السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കശ്ഫു ശുബുഹാത്ത്, സംശയ നിവാരണം എന്ന പുസ്തകമാണ്, കിതാബാണ് നമ്മൾ നേരത്തെ വായിച്ചു വന്നത്. 15ഓ 16ഓ ക്ലാസ് കഴിഞ്ഞു. അതിന്റെ 9 സംശയങ്ങളും അതിനുള്ള മറുപടികളും നേരത്തെ വായിച്ചു കഴിഞ്ഞു. ഇനി 10ാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ എന്നാൽ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ശിർക്കിന്റെ ന്യായീകരണത്തിന് വേണ്ടി ഉന്നയിക്കുന്ന സംശയങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാമത്തേത് വലിൽ മുശ്രിക്കീന ശുബ്ഹത്തുൻ നുഖ്റ യഖൂലൂന ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻകറ അലാ ഉസാമ റളിയല്ലാഹു അൻഹു ഖത്ല മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖാല അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുശ്രിക്കുകൾക്കുള്ള മറ്റൊരു സംശയം, ഇവിടെ നേരത്തെ ഞാൻ പലവട്ടം ആവർത്തിച്ചതുപോലെ, മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത് മക്കയിലെ അബൂജഹൽ അടക്കമുള്ള ആ കാലഘട്ടത്തിലെ മുശ്രിക്കുകളെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും മുസ്ലിങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ പോലെയുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഇവിടെ മുശ്രിക്കുകൾ എന്ന് പലതവണ ഇതിൽ നേരത്തെ ഉപയോഗിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും പുതിയ ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ശിർക്ക് ചെയ്യുന്ന എന്നാൽ മുസ്ലിങ്ങൾ എന്ന് വാദിക്കുന്ന ആളുകൾക്കുള്ള സംശയം, അവർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ കൊന്നതിനെ നബി എതിർത്തുവല്ലോ. എന്നിട്ട് നബി ഉസാമയോട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം അവനെ നീ കൊന്നുകളഞ്ഞുവോ എന്ന് ഉസാമയോട് നബി ചോദിക്കുകയും ചെയ്തിട്ടില്ലേ? ഇതാണ് അള്ളാഹുവിന് പുറമെ ഔലിയാക്കളോടും മരിച്ചുപോയവരോടുമൊക്കെ ദുആ ചെയ്യുന്ന ആളുകൾ അവരുടെ ശിർക്കിന് തെളിവായി ഉന്നയിക്കുന്ന സംശയം. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് വാദിക്കുന്നവർ. അപ്പൊ ഇവിടെ അതിന് തെളിവെന്താ? ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹദീസ് താഴെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച സംഘത്തിലുള്ള ഒരാളായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹു. നബിയുടെ പ്രിയപ്പെട്ടവൻ എന്നറിയപ്പെട്ട സെയ്ദിന്റെ മകൻ ഉസാമയും അതേപോലെ ഹദീസുകളിൽ കാണാം പ്രിയപ്പെട്ടവൻ, ഹിബ്ബു റസൂലില്ല എന്നറിയപ്പെട്ട നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാണ് ഉസാമ. ഈ ഉസാമ റളിയല്ലാഹു അൻഹു എതിർപക്ഷത്തുള്ള ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും ഉസാമ അദ്ദേഹത്തെ കൊന്നു. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള ഒക്കെ ഉദ്ധരിക്കുന്ന ഒരുപാട് ഹദീസുകളിൽ ഈ കാര്യം വിശദമായി നമുക്ക് കാണാം. നേരത്തെയും ഇത് സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ഒരു ഹദീസിൽ ഉസാമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കുകയും ഹുറഖാത്ത് എന്ന് പറയുന്ന ജുഹൈന ഗോത്രക്കാരുടെ സ്ഥലത്ത് ഈ സൈന്യം എത്തിച്ചേരുകയും അങ്ങനെ ഈ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ഉസാമ റളിയല്ലാഹുവിന് പറയാണ്, ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ കുത്തി. അങ്ങനെ അദ്ദേഹം മരിച്ചു. ഇത് എന്റെ മനസ്സിൽ വലിയ വേദനയുണ്ടാക്കി. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആണല്ലോ ഞാൻ കുത്തിക്കൊന്നത്. ഈ കാര്യം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. വേറെ ചില ഹദീസുകളിൽ നബിക്ക് മറ്റാരോ പറഞ്ഞിട്ട് വിവരം കിട്ടി, അങ്ങനെ നബി ഉസാമയോട് ചോദിച്ചതാണ് എന്നും ഹദീസുകളിൽ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ നീ കൊന്നുവോ?
അപ്പൊ ഉസാമ റളിയല്ലാഹു അൻഹു അതിന് മറുപടിയായി നബിയോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ ഞാൻ കൊല്ലാൻ കാരണം അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങളെ കണ്ടപ്പോൾ, അതായത് മുസ്ലിം സൈന്യത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖൗഫം മിനസ്സിലാഹ്, ആയുധം പേടിച്ചുകൊണ്ടാണ്. മുസ്ലിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, അപ്പൊ എന്നെ അവർ കൊല്ലും എന്നുള്ള നിലയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ആയുധം പേടിച്ചിട്ടാണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എന്ന് ഉസാമ മനസ്സിലാക്കി. അപ്പൊ മനസ്സുകൊണ്ട് പറഞ്ഞതല്ല, മറിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ഒരാളാണ്, അതുകൊണ്ട് തന്നെ അയാൾ മുസ്ലിം ആയിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കൊന്നത് എന്ന് ഉസാമ തന്റെ വശം വിശദീകരിച്ചു. അപ്പൊ നബിന്റെ ചോദ്യം, അല്ലയോ ഉസാമ, നീ അയാളുടെ ഹൃദയം കീറി നോക്കിയോ? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് യഥാർത്ഥത്തിൽ പറഞ്ഞതാണോ അല്ല ആയുധം കണ്ട് പേടിച്ചിട്ട് പറഞ്ഞതാണോ എന്ന് മനസ്സിലാക്കാൻ. ഇതൊരു വട്ടമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചുപോയി, ഞാൻ അന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. എന്ന് പറഞ്ഞാൽ നബിന്റെ ആ ചോദ്യം ഉസാമയുടെ മനസ്സിൽ വല്ലാതെ വേദന ഉണ്ടാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം അവനെ നീ കൊന്നുവോ എന്ന് ആവർത്തിച്ച് ചോദിക്കാൻ. വേറെ ചില റിവായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി നാളെ അവൻ പരലോകത്ത് വന്നാൽ നിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് നബി ഉസാമനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇയാള് എങ്ങനെയാണ് പറഞ്ഞത്? അയാളുടെ ഹൃദയം തുറന്നു നോക്കി മനസ്സിലാക്കാൻ നിനക്ക് കഴിയോ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് നീ മനസ്സിലാക്കുക? അപ്പൊ നാളെ പരലോകത്ത് എന്തായിരിക്കും സ്ഥിതി എന്ന് നബിയുടെ ആ ചോദ്യം കേട്ടപ്പോ അദ്ദേഹത്തിന് വിഷമമായി. അപ്പൊ ഉസാമ പറയാണ്, ഞാൻ നേരത്തെ മുസ്ലിം ആകാതിരിക്കുകയും ഈ സംഭവ ദിവസമാണ് ഞാൻ മുസ്ലിം ആവുകയും ചെയ്തിരുന്നത് എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ മുസ്ലിം ആയതുകൊണ്ടാണല്ലോ ഈ സൈനിക സംഘത്തിൽ അദ്ദേഹം പോകേണ്ടി വന്നതും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പൊ അന്ന് മുസ്ലിമായ ആളാണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നുവരെ ഞാൻ ആഗ്രഹിച്ചുപോയി എന്നൊക്കെ ഈ ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പൊ ഇത് മുശ്രിക്കുകൾ പറയുന്ന ശിർക്കിനുള്ള ന്യായീകരണമാണ്. കാരണം എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഓന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും പൊളിഞ്ഞു പോവുകയില്ല. ഇത് ശിർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ശിർക്ക് ചെയ്യുന്നവരും മുസ്ലിങ്ങളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരൊക്കെ മുസ്ലിങ്ങൾ തന്നെ എന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ചില മുജാഹിദുകളും ചില സലഫികളും എന്ന് പറയുന്ന ആളുകളും ഇതേ ന്യായം തന്നെയാണ് പറയാറുള്ളത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, പിന്നെ നീ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഓ മുസ്ലിം തന്നെ. അതിനെന്താ തെളിവ്? ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അയാൾ ഒരു വഖ്ത് പോലും നിസ്കരിച്ചിട്ടില്ല. ഏറ്റുമുട്ടലുണ്ടാകുന്നതിന്റെ മുമ്പ് മുസ്ലിം സൈന്യത്തെ കണ്ട ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അപ്പൊ തന്നെ അയാളെ കുത്തി മരിച്ചു. അപ്പൊ അയാൾ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് വെച്ചിട്ടില്ല, ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഉടനെ കുത്തു കിട്ടുന്നു, മരിക്കുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാൾ മുസ്ലിം അല്ലേ? അപ്പൊ പിന്നെ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന രണ്ട് സാക്ഷ്യവചനങ്ങളും അംഗീകരിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ മുസ്ലിങ്ങൾ എന്നല്ലേ? അവർ ജാറത്തിൽ പോകുന്നു, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു എന്നതുകൊണ്ട് എങ്ങനെയാണ് മുശ്രിക്കാണെന്ന് പറയുക എന്ന് ചില മുജാഹിദുകൾ ചോദിക്കുന്നു, ചില സലഫികൾ ചോദിക്കുന്നു. സലഫികൾ എന്ന് പറയുന്നവർ ഈ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന സമസ്തക്കാരിൽപ്പെട്ട ആളുകളും ചോദിക്കുന്നു, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്, മുശ്രിക്കുകളാണ് എന്ന് നിങ്ങൾ പറയുക? ഇതാണ് ഇവിടെ അവർ പറയുന്ന ന്യായം. അതിനുള്ള മറുപടി എന്താ? ഉസാമ കുത്തിയ മനുഷ്യൻ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അയാൾ ലാഹിർ എന്താണ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ചിട്ടുണ്ട്. അത് ഉച്ചരിച്ചവൻ മുസ്ലിമാണ്, അതിൽ തർക്കമൊന്നുമില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യനിൽ നിന്ന് പിന്നെ ഒരു ശിർക്കിന്റെ വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ല. അപ്പൊ അയാൾ എങ്ങനെ മനസ്സിലാക്കണം? അയാൾ മുസ്ലിമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇത് സമസ്തക്കാർക്ക് തെളിവാകുമോ? ഇല്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയെ അവർ തന്നെ പൊളിച്ചു കളയുന്നു. ഇതൊക്കെ നേരത്തെ വേറെ പല ചോദ്യങ്ങൾക്കുമുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയായി വിശദീകരിച്ചു ചെയ്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എന്നിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരിൽ നിന്ന് ആ വാക്കിന് വിരുദ്ധമായി അള്ളാഹു അല്ലാത്ത ആളുകളെ ഇലാഹുകളായി ആരാധ്യന്മാരായി സ്വീകരിക്കുകയും ചെയ്യുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജാരത്തിൽ പോകുന്നു, മക്കാമുകളിൽ പോകുന്നു, മസാറുകളിൽ പോകുന്നു, അങ്ങനെ അവിടെ പോയിട്ട് നേർച്ചയും വഴിപാടുകളും ഒക്കെ നടത്തി ശിർക്കിന്റെ പ്രവർത്തനങ്ങളും ശിർക്കിന്റെ വാക്കുകളും ഈ കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് പറഞ്ഞ വാക്കിനെ ഷഹാദത്തിനെ പൊളിച്ചു കളയുന്ന ആളുകളെ പോലെയല്ല ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അതിനെതിരായ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ അയാൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ആ സംഭവം ഒരിക്കലും ശിർക്കിന്റെ വാക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ
അല്ലെങ്കിൽ അവർ ശിർക്ക് ചെയ്താലും അവർ മുസ്ലിങ്ങളാണ് എന്ന് ന്യായീകരിക്കാൻ യാതൊരു വകുപ്പും ഇതിലില്ല എന്നതാണ്. രണ്ടാമത്തേത് അവർ പറയും, വിഷയം ഒന്ന് തന്നെ, അതിൽ വേറെ ഒരു ഹദീസ് കൂടി പറയാം. ഇതും അവർ തെളിവാക്കുന്നു, ആര് ശിർക്ക് ചെയ്യുന്ന ആളുകൾ. വകദാലിക ഖൗലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും അവർ തെളിവായി പറയാറുണ്ട്. ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഹദീസും ശിർക്ക് ചെയ്യുന്ന ആളുകൾ തെളിവാക്കുന്നു. അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവരും മുസ്ലിങ്ങളാണെന്ന് ന്യായീകരിക്കുന്നവർ തെളിവാക്കുന്നു. ഈ ഹദീസ് ഇങ്ങനെ തന്നെ വായിച്ചാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യണം. ഇതൊക്കെ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ യുദ്ധം ചെയ്താൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനോട് പിന്നെ യുദ്ധം ചെയ്യേണ്ടതില്ല. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ മുസ്ലിമായി. അപ്പൊ ഞങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, ഞങ്ങളും മുസ്ലിങ്ങളാണ്. പിന്നെന്തിനാണ് ഷെയ്ഖ് അബ്ദുൽ വഹാബനി എന്തിനാണ് ഞങ്ങളെ സുന്നികളെ മുശ്രിക്കുകളാണെന്ന് പറയുന്നത് എന്ന് അക്കാലഘട്ടത്തിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിനോട് അവിടെ ഉണ്ടായിരുന്ന സമസ്തക്കാരുടെ അതേ വിശ്വാസമുള്ള ശിർക്കൻ അറബികൾ ചോദിച്ചു. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകളും ചോദിക്കുന്നു, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഒരാളോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നല്ലേ നബിയോട് അള്ളാഹു കൽപ്പിച്ചത്? അപ്പൊ പിന്നെ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളെ നിങ്ങൾ മുശ്രിക്കുകളാക്കുക? ഇതിന് മറുപടി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മുസ്ലിമാണ്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനിൽ നിന്ന് അതിനെതിരായ വാക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ പിന്നെ അവൻ മുസ്ലിമല്ല. ഇനി വകദാലിക അഹാദീസു ഉഖറ ഫിൽ കഫി അമ്മൻ ഖാലഹ, ഈ ഒരു ഹദീസ് മാത്രമല്ല, ഇതുപോലെ വേറെയും ഹദീസുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ പിന്നെ ആക്രമിക്കാൻ പാടില്ല, അവന്റെ സമ്പത്തോ അവന്റെ ശരീരമോ ആക്രമിക്കാനോ കൊല്ലാനോ പാടില്ല എന്ന് പറയുന്ന ഹദീസുകളും ഇതുപോലെ അവർ തെളിവാക്കുന്നു. അപ്പൊ ഏത് ഹദീസാണെങ്കിലും ആശയം ഒന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ മുസ്ലിമാണ്, അവൻ പിന്നെ ഒരിക്കലും അവനെക്കുറിച്ച് പിന്നെ ഒരിക്കലും മുശ്രിക്കാണെന്ന് പറയാൻ പറ്റൂല. വമുറാദു ഹഉലാഹിൽ ജഹല, ഈ ജാഹിലുകളുടെ ഉദ്ദേശം, ഇവിടെ ജാഹിൽ എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും ചെയ്യുന്നവർ ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവർ, അവൻ ജാഹിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരൊക്കെ മുസ്ലിങ്ങളാണ്, അവൻ ജാറത്ത് പോയാലും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താലും അബ്ദുൽ ഖാദിർ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഓൽക്കൊന്നും ഇവരല്ലാത്ത ആൾക്കാരാണ്, അവരെയും മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്ന് പറയുന്നവരും ജാഹിലുകളാണ്. അന്നമൻ ഖാലഹ ലാ യക്ഫുർ, രണ്ടു കൂട്ടരും പറയണ ഒന്നാ. സമസ്തക്കാരൻ പറയുന്ന അതേ ന്യായമാണ് ചില മുജാഹിദുകളും സലഫികളും എന്ന് പറയുന്ന ആളുകൾ ഉന്നയിക്കുന്നത്. അവർ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്നു. ഈ പറയുന്ന ചില സലഫികളും മുജാഹിദുകളും എന്ന് പറയുന്നു ശിർക്ക് ചെയ്യുന്നവരും മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവർ വിവരം കെട്ടവരാകുന്നു. ഇവരുടെ ഉദ്ദേശം അന്നമൻ ഖാലഹ ലാ യക്ഫുർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ പിന്നെ കാഫറാവുകയില്ല. ഓൻ റാത്തി വഹിച്ചാലും മൗലിദ് ഓതിയാലും ഹദ്ദാദ് ഓതിയാലും ജീലാലിനെ വിളിച്ചാലും ഗൗസുൽ ആളം എന്ന് അവരെ പറയുന്ന അബ്ദുൽ ഖാദിർ ജീലാനിയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷെയ്ഖിനെ ആരെ വിളിച്ചാലും എന്ത് ജാറത്തിൽ പോയാലും എന്താവില്ല, ശിർക്കാവുകയില്ല, അവൻ കാഫറാവുകയില്ല. വലാ യുഖ്തൽ, അവനെ കൊല്ലാൻ പാടില്ല. ലാ ഇലാഹ എന്ന് പറഞ്ഞവനെ പിന്നെ ഒരിക്കലും അവനെ കൊല്ലാൻ പാടില്ല. വലൗ ഫഅല മാ ഫഅല, അവൻ ചെയ്യുന്നതൊക്കെ ചെയ്താൽ, അതായത് ജാറത്ത് പോയാലും തങ്ങളെ വിളിച്ചാലും എന്ത് ശിർക്ക് ചെയ്താലും പറഞ്ഞാലും ശരി, അവൻ ചെയ്യുന്നതൊക്കെ ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും ശരി, അവൻ കാഫറാവുകയില്ല എന്നാണ് ഈ വിവരം കെട്ടവർ പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കേൾവിയല്ല. കാരണം നമ്മുടെ നാട്ടിൽ രണ്ടു കൂട്ടം ആളുകൾ ഈ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ശിർക്ക് ചെയ്യുന്നവരും മറ്റൊന്ന് ശിർക്ക് ചെയ്യുന്നവരെ മുസ്ലിങ്ങളാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരും. അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും ഒരു ന്യായവും ഇതിലില്ല. ഇനി ഷെയ്ഖന്നെ ഇതിന് മറുപടി വേറെ പറയുന്നത്, ഫയുഖാലു ലിഹാഉലാഹിൽ ജഹലത്തിൽ മുശ്രിക്കീന. കണ്ടോ, മുശ്രിക്കുകളായ എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞു അബൂജഹലിനെ പോലെയല്ല, അള്ളാഹുവിൽ വിശ്വസിച്ച, നബിയിൽ വിശ്വസിച്ച, രണ്ട് സാക്ഷ്യവചനങ്ങളും അംഗീകരിച്ച, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ദിക്റും ഖുർആൻ പാരായണവും ഒക്കെയുള്ള ഖുതുബയോതുന്ന ഈ പറയുന്ന മുശ്രിക്കുകളായ വിവരം കെട്ടവരോട് നമുക്ക് പറയാനുള്ള മറുപടി, അവർ രണ്ട് സാക്ഷ്യവചനങ്ങൾ ഉച്ചരിച്ചാലും ശരി, അതിനെതിരായി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർ മുശ്രിക്കുകൾ തന്നെ. എന്താണ് ഒന്നാമത്തെ മറുപടി? ഇത് നേരത്തെ വേറെ ചില വിഷയങ്ങളിൽ പറഞ്ഞു പോയതാണ്, മുമ്പ് ചില സംശയങ്ങൾക്ക് അതെന്നെ വീണ്ടും ഇവിടെ എടുത്തു കൊടുക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കില്ല. മഅലൂമുൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതലൽ യഹൂദ വസബാഹും വഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ മറുപടി? ഒന്നാമത്തെ മറുപടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരോട് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നത് അറിയപ്പെട്ട കാര്യമാണല്ലോ. വസബാഹും, ജൂതന്മാരെ നബി യുദ്ധം ചെയ്തു, ചിലരെ കൊന്നു, ചിലരെ തടവുകാരായി പിടികൂടി.
നബി യുദ്ധം ചെയ്ത ജൂതന്മാരാരാ? വഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയെ എതിർത്ത ജൂതന്മാരോടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത്, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ജൂതന്മാരോടാണ് നബി യുദ്ധം ചെയ്യുകയും അവരെ കൊല്ലുകയും അവരെ തടവുകാരാക്കുകയും ചെയ്തത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരൊക്കെ മുസ്ലിങ്ങളാണെങ്കിൽ എന്ത് ചെയ്താലും ഇസ്ലാമെന്ന് പുറത്തു പോവുകയില്ല, കൊല്ലേണ്ടതല്ല എങ്കിൽ പിന്നെ എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മൂസ അള്ളാഹിന്റെ പ്രവാചകനാണെന്നും തൗറാത്ത് അള്ളാഹിന്റെ വേദഗ്രന്ഥമാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് യുദ്ധം ചെയ്തു? മാത്രമല്ല, ഇന്നും ഇസ്രായേൽ അടക്കം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാർ, ലോകത്തിന്റെ പല ഭാഗത്തുള്ള ജൂതന്മാരിൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ജൂതന്മാരുണ്ട്, ചെറിയൊരു ഭാഗം ആളുകൾ. ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് ശർഹ ചെയ്തിട്ടുള്ള പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് കാണാം. അക്കാലഘട്ടത്തിൽ ജൂതന്മാരിൽ ഒരുപാട് ആളുകൾ തൗഹീദുള്ളവരായിരുന്നു, അള്ളാഹിനോട് മാത്രം ആരാധിച്ചവരാണ്. കസീറു മിനൽ യഹൂദി കാനൂ യുഫ്രിദൂന അല്ലാഹ ബിൽ ഇബാദത്തി വയുവഹിദൂനഹു ലാകിന്നഹും കഫറു ബിൻ നബിയ്യി ഫകഫറു മഅ തൗഹീദിഹിം. അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ജൂതന്മാർ ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള ആളുകളായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അവരോട് നബി യുദ്ധം ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹ്. ഈസാ നബിയെ അള്ളാഹിന്റെ പ്രവാചകനെ അംഗീകരിച്ചു, പക്ഷെ മുഹമ്മദ് നബിയെ പ്രവാചകനെ അംഗീകരിച്ചില്ല. അപ്പൊ ഒരു സാക്ഷ്യം അംഗീകരിച്ചു, മറ്റേ സാക്ഷ്യം അംഗീകരിച്ചില്ല. രണ്ടാമത്തെ സാക്ഷ്യം അംഗീകരിക്കാത്ത ഒരുത്തൻ മുസ്ലിം ആവുകയില്ല. അപ്പോൾ തൗഹീദിന്റെ ആയിട്ടും കാര്യമല്ല, മുഹമ്മദ് നബിയെ പ്രവാചകനെ അംഗീകരിക്കണം. അതുകൊണ്ടാണ് ഈ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് യുദ്ധം നടത്തുകയും അവരുടെ സമ്പത്ത് ഗനീമത്തായി പിടിച്ചെടുക്കുകയും അവരെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തടവുകാരായി പിടികൂടുകയും ചെയ്തത്. രണ്ടാമത്തെ മറുപടി, വാന്ന അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതലു ബനി ഹനീഫ വഹും യശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുസല്ലൂന വയദ്ഉന അൽ-ഇസ്ലാം. ഇത് നേരത്തെ വിശദീകരിച്ചു പോയ കാര്യമാണ്. രണ്ടാമത്തെ മറുപടി എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു കൂട്ടരോട് യുദ്ധം ചെയ്തു. അതാരോടാ? ബനു ഹനീഫക്കാരോട്, ബനു ഹനീഫ ഗോത്രക്കാർ. ഈ ബനു ഹനീഫ ഗോത്രക്കാർ എന്ന് പറയുന്നത് സഹാബികളിൽപ്പെട്ട ചില ആളുകളാണ്, മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകളാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് രണ്ട് സാക്ഷ്യവും അംഗീകരിച്ചിട്ടുണ്ട്. അവർ നമസ്കരിക്കുന്നവരായിരുന്നു, അവർ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്നവരായിരുന്നു. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ട്, നിസ്കാരമുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് ഉറച്ചു വാദിക്കുന്നവരുമാണ്. ഈ ആളുകളോട് ബനു ഹനീഫ ഗോത്രക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തു, സഹാബത്ത് യുദ്ധം ചെയ്തു. അതിൽ കുറെ ആളുകൾ കൊല്ലപ്പെട്ടു. എന്താ കാര്യം? അവർ മുഹമ്മദ് നബിയെ അംഗീകരിച്ചു. നേരത്തെ പറഞ്ഞ ജൂതന്മാരോട് യുദ്ധം ചെയ്തത് അവർ മുഹമ്മദ് നബിയെ അംഗീകരിച്ചില്ല എന്നതുകൊണ്ടാണ്. ബനു ഹനീഫ ഗോത്രക്കാർ നബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിങ്ങളായ ആളുകളാണ്. അവരോട് അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുകയും നമസ്കാരവും കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്തിട്ടും അവരെ പിന്നെന്തുകൊണ്ട് യുദ്ധം ചെയ്തു? മുഹമ്മദ് അന്ത്യപ്രവാചകനാണ് എന്നവർ വിശ്വസിച്ചില്ല. മറിച്ച് ബനു ഹനീഫ ഗോത്രക്കാരിൽപ്പെട്ട മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെ, അയാൾ മുഹമ്മദിന് ശേഷം മുഹമ്മദിന് പിറകെയുള്ള പ്രവാചകനാണ് എന്ന് വാദിച്ചു വന്നു. അയാളുടെ കൂടെ കൂടി. ഏതുപോലെ അഹമ്മദിയാക്കൾ എന്നറിയപ്പെടുന്ന ഖാദിയാനികൾ, മിർസാ ഗുലാം അഹമ്മദുൽ ഖാദിയാനി പ്രവാചകനാണ് എന്ന് പറയുന്നത് പോലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ്, നിസ്കാരമുണ്ട്, ജുമാണ്ട്, നിസ്കാരം, നോമ്പൊക്കെ ഉണ്ട്. പക്ഷേ മുഹമ്മദ് നബിയെ അന്ത്യപ്രവാചകനായി അംഗീകരിച്ചില്ല. അപ്പൊ എന്തായി? ഇസ്ലാം അത് പുറത്തുപോയി, അവരോട് യുദ്ധം നടത്തി. അപ്പൊ ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ അനി മുഹമ്മദ് റസൂലുള്ളാഹ് രണ്ടും അംഗീകരിച്ചാലും ഒരുത്തൻ മുസ്ലിം ആവുകയില്ല, അതിനെതിരായ ഒരു കാര്യം അവനിൽ നിന്നുണ്ടായാൽ. മൂന്നാമത്തെ മറുപടി, കദാലിക അല്ലദീന ഹറഖഹും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബിന്നാർ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്താലും മുശ്രിക്കോ കാഫറോ ആവുകയില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടി, അലി റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം ആളുകളെ തീ കൊണ്ട് ചുട്ടുകരിച്ചു. ആരാണ് ആളുകൾ? അലി തന്നെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ ആളുകൾ. അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അലിയെയും ആരാധിക്കാം എന്ന് പറഞ്ഞപ്പോ അവരെ അലി റളിയല്ലാഹു അൻഹു ചുട്ടുകൊന്നു. എന്തുകൊണ്ട് ചുട്ടുകൊന്നു? ചുട്ടുകൊല്ലാൻ പാടുണ്ടോ അല്ലേ എന്നുള്ള സംശയങ്ങളും മറുപടിയൊക്കെ നേരത്തെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അലി റളിയല്ലാഹു അൻഹു ഈ ആളുകളെ എന്തിനാണ് കൊന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു, ഖുർആൻ അംഗീകരിച്ചു, പരലോകം അംഗീകരിക്കുന്നു, ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ? അലിയെ കൊണ്ടുപോയിട്ട് അള്ളാന്റെ സ്ഥാനത്താക്കി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി അലിയെ തന്നെ ഇലാഹാക്കുകയും ചെയ്തു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ പിന്നെ ഒരു കാലത്തും മുശ്രിക്കോ കാഫറോ ആവുകയില്ല എങ്കിൽ അലി ഈ ചെയ്ത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും.
നബി ചെയ്തത് തെറ്റാണെന്ന് പറയേണ്ടി വരും. ബനൂ ഹനീഫക്കാരോട് യുദ്ധം ചെയ്ത സഹാബത്ത് ചെയ്തത് തെറ്റാണ്, അവർ വഹാബികളായിരുന്നു, അവർ സുന്നികളെ കൊന്നവരാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇന്നിപ്പോ സമസ്തക്കാരതാണല്ലോ പറയുന്നത്, മുഹമ്മദ് വഹാബ് സുന്നികളെ കൊന്നു, ലക്ഷക്കണക്കിന് സുന്നികളെ സൗദി അറേബ്യ കൊന്നു, സുന്നികളെ കാഫറാക്കി. അപ്പൊ ഈ ആരോപണക്കാർ ആർക്ക് ഇതിലൊക്കെ പറയണം? ഈ പറഞ്ഞ ആളുകൾക്ക് ഇതിലൊക്കെ പറയണം. നബിക്ക് സഹാബത്തിന് അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, അലിന്റെ കൂടെ അതിൽ പങ്കെടുത്ത മറ്റ് സഹാബികളും ആളുകളും. വഹാഉലാഇൽ ജഹല മുഖിറൂന അന്ന മൻ അൻകറൽ ബഅസ കഫറ വഖുതില വലൗ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നേരത്തെ വിശദീകരിച്ചതാണ്. പല സംശയങ്ങളാണ്, സംശയങ്ങൾക്കൊക്കെ ഒരേ തരത്തിലുള്ള മറുപടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യവും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എന്നിട്ട് എന്ത് ചെയ്താലും കാഫറാവുകയും ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഏകകണ്ഠമായി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കുറെ കാര്യം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പറയുന്നു, എന്നാൽ ഇതില്ല, ഇത് അംഗീകരിക്കുന്നു, പിന്നെ അതില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചു, നിസ്കരിക്കുന്നില്ല, നിസ്കാരം അംഗീകരിക്കുന്നില്ല, കാഫറായി. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ലിയായ കാര്യമാണ്. നമസ്കാരം എന്ന് പറയുന്നത് ഫർഇയാണ്. ഫർഇ ശാഖാപരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയുന്നത് പോലെ ആ ശാഖാപരല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന അടിത്തറയുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ ഉണ്ടാകേണ്ടതാണ് ഇസ്ലാം കാര്യങ്ങൾ. അപ്പോൾ കാഫറായി. ഇനി ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ട്, നിസ്കാരമുണ്ട്, പക്ഷേ അവൻ നോമ്പ് നിർബന്ധമല്ല എന്നർത്ഥം പറയും. നോമ്പ് ഉദ്ഘാടകല്ല, നോമ്പ് നിർബന്ധമല്ല എന്നർത്ഥം പറയുന്നു. അവൻ കാഫറായി. നിസ്കരിക്കുന്നുണ്ട്, എന്നാലും കാഫറാണ്. കാരണം നോമ്പിനെ അവൻ നിഷേധിച്ചു. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, പക്ഷെ അവൻ പറയാണ് ഹജ്ജ് നിർബന്ധമല്ല, അങ്ങനെ സംഗതി ഇസ്ലാമിലില്ല. അപ്പൊ കാഫറായി. ഇനി ഇതൊക്കെ അംഗീകരിക്കുന്നു എന്നൊരുത്തം പറയാണ് പിന്നെ സക്കാത്ത് എന്ന സാധനം ഇസ്ലാമിലില്ല. അപ്പൊ കാഫറായി. ഈ പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് എതിരായി അതിലേതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ ഇവരൊക്കെ കാഫറാവുകയും അവനെയൊക്കെ കൊല്ലുകയും ചെയ്യണം എന്ന് ഈ ജാഹിലുകൾ അംഗീകരിക്കുന്നു. ഏത് ജാഹില്? സമസ്തക്കാരൻ അംഗീകരിക്കുന്നു. ശിർക്ക് ചെയ്യുന്നത് മുസ്ലിമാണ് എന്ന് പറയുന്ന മുജാഹിദീങ്ങളും സലഫികളും എന്ന് പറയുന്നവർ അംഗീകരിക്കുന്നു. നിസ്കരിക്കാത്തവൻ കാഫറാണ്, ഓൽക്കാർക്കും സംശയമല്ല. നോമ്പ് ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫറ, ഓനെ കൊല്ലണം സംശയമല്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പെന്താ? അടിസ്ഥാനപരമായ കാര്യത്തിൽ പിഴവ് സംഭവിച്ചാൽ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ പിഴവ് സംഭവിച്ചാൽ അത് പറഞ്ഞിട്ട് ശിർക്ക് ചെയ്താലും അവൻ മുസ്ലിമാകും, കാഫറാവുകയില്ല, മുശ്രിക്കാവുകയില്ല എന്ന് പറയുന്നവർ, ഇതൊക്കെ അംഗീകരിച്ചവൻ ഈ പറയുന്ന ഫുറൂഇയായ, അതായത് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലുള്ള കാര്യങ്ങളെ നിഷേധിച്ചാൽ കാഫറാകുമെന്ന് ഇവർ അംഗീകരിക്കുന്നു. ഇത് വൈരുദ്ധ്യല്ലേ എന്നാ ചോദിക്കുന്നത്. ശാഖാപരമായ കാര്യങ്ങൾ ചെയ്താൽ കാഫറാകുമെങ്കിൽ അടിസ്ഥാനപരമായ കാര്യം എതിർത്താൽ ഉറപ്പായിട്ടും കാഫറാവില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഈ വിവരദോഷികൾ അംഗീകരിക്കുന്നു ഒരുത്തൻ പരലോകം മരണത്തിന് ശേഷം എന്നൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ കാഫറാണ്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അവൻ കാഫറാവുകയും കൊല്ലപ്പെടുകയും ചെയ്യണം. വഅന്നമൻ അൻകറ ശൈഅൻ മിൻ അർക്കാനിൽ ഇസ്ലാമി, ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും കാര്യം ഒരുത്തൻ നിഷേധിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, പക്ഷേ ആ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം നിഷേധിച്ചാൽ കഫറ വഖുതില വലൗ ഖാലഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോലും അവൻ കാഫറാവുകയും അവൻ കൊല്ലപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്നിവർ പറയുന്നു. ഫകൈഫ ലാ തൻഫഉഹു ഇദാ ജഹദ ശൈഅൻ മിനൽ ഫുറൂഇ വതൻഫഉഹു ഇദാ ജഹദ തൗഹീദ. അപ്പൊ പിന്നെ എങ്ങനെയാണ് കൂട്ടരെ ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് ഉണ്ടാകേണ്ടുന്ന ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നിഷേധിച്ചാൽ അവന് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉപകാരമില്ല എന്നെങ്ങനെയാണ് ഇവർ പറയുക? അതോടൊപ്പം തൗഹീദിനെ നിഷേധിച്ചവൻ അവനൊരു കുഴപ്പമില്ല എന്നും ഇവർ പറയുന്നു. അപ്പോ അസ്ല് പൊളിച്ചവൻ മുസ്ലിം, അസ്ലിന്റെ ഭാഗമായി ഉണ്ടാകേണ്ട ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഓൻ കാഫർ, മുശ്രിക്കും. ഇതെങ്ങനെയാണ് ശരിയാവുക? അല്ലദീ ഹുവ അസാസു ദീനി റുസുലി വറസുഹു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ദീനിൽ പ്രവാചകന്മാരുടെ മതത്തിന്റെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ദീനിന്റെ അടിത്തറയും അതിന്റെ പിന്നെ അടിസ്ഥാനപരമായ വിഷയമാകുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്, റഅസാണ്, തലയാണ്. അപ്പോ അതിനെ എതിർത്താൽ അല്ലെങ്കിൽ അതിൽ തകരാറ് സംഭവിച്ചാൽ ഓ മുസ്ലിമാണെന്ന് പറയുകയും പിന്നെ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നിഷേധിച്ചാൽ ഓൻ കാഫറാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ്? വലാകിന്ന അഅദാ അല്ലാഹ് മാ ഫഹിമു മഅനൽ ഹദീസ്. എന്നാൽ ഈ ന്യായങ്ങളൊക്കെ പറയുന്ന ഈ വിവരദോഷികൾക്ക് നേരത്തെ അവർ ന്യായമായി കൊണ്ടുവന്ന ഉസാമയുടെ ഹദീസ്,
അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ യുദ്ധം ചെയ്യാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്നൊക്കെ പറയുന്ന ഹദീസുകളുടെ യഥാർത്ഥ ആശയമെന്ത് എന്ന് ഈ അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ആരാ അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്നാൽ ഇവിടുത്തെ ഹിന്ദു ജൂതനോ ക്രിസ്ത്യാനിയോ അല്ല. ഇവിടെ ശൈഖ് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും നമസ്കരിക്കുകയും ജുമാസ്കരിക്കുകയും നോമ്പുൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും സദഖ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, എന്നാൽ അതോടൊപ്പം അള്ളാഹു അന്റെ ഔലിയാക്കളോട് ദുആ ചെയ്യുന്നവനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞത്. മുശ്രിക്ക് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ അള്ളാഹുവിന്റെ ശത്രുക്കളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും എന്നിട്ട് ശിർക്ക് ചെയ്യുകയും ചെയ്യുന്ന വിവരം കെട്ടവരായ അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് ഈ ഹദീസുകളുടെ ഒന്നും അർത്ഥം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ന്യായം അവർ പറയുന്നത്. ഫഅമ്മാ ഹദീസ് ഉസാമ റളിയല്ലാഹു അൻഹു, ഇവിടെ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ തെളിവായി കൊണ്ടുവന്ന ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഫഇന്നഹു ഖത്തൽ റജുലൻ യദ്ദഅ അൽ-ഇസ്ലാമ ബിസ്സബബി അന്നഹു ലന്ന അന്നഹു മദ്ദഅഹു ഇല്ലാ ഖൗഫൻ അലാ ദമിഹി വമാലിഹി. അവർ കൊണ്ടുവന്ന ഹദീസ്, ഉസാമന്റെ സംഭവത്തിലുള്ള ഹദീസ് എന്താ? ഉസാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ കൊന്നു. ഉസാമ തെറ്റിദ്ധരിച്ചു ഇയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അയാളുടെ രക്തവും അയാളുടെ സമ്പത്തും രക്ഷിക്കാൻ വേണ്ടി ആയുധം പേടിച്ചിട്ട് പറഞ്ഞതാണ് എന്ന് ഉസാമ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് നബി അയാളെ കുറ്റപ്പെടുത്തിയത്. അപ്പൊ ഇതിലെന്ത് മനസ്സിലാക്കാം? ഒരാൾ ദീൻ പ്രകടിപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ സാക്ഷ്യവചനം ഉച്ചരിക്കുകയും ചെയ്താൽ അവനിൽ നിന്ന് ആ സാക്ഷ്യവചനങ്ങൾക്ക് എതിരായ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എങ്കിൽ അവനെ പിന്നെ തൊടാൻ പാടില്ല. അവന് സംരക്ഷണം കൊടുക്കണം, അവന്റെ രക്തം സംരക്ഷിക്കണം, അവന്റെ സമ്പത്ത് സംരക്ഷിക്കണം, അവനെ മുസ്ലിമായി പരിഗണിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പറയുകയും അതിനെതിരായതുണ്ടാവുകയും ചെയ്താൽ അവന്റെ ദീനിനെ അവൻ തന്നെ പൊളിച്ചു, അവന്റെ ഷഹാദത്തിനെ അവൻ തന്നെ പൊളിച്ചു. والرجل إذا أظهر الإسلام وجب الكف عنه حتى يتبين منه ما يخالف ذلك. ഒരാൾ ഇസ്ലാമിനെ പ്രകടിപ്പിക്കുകയും, അതായത് പ്രത്യക്ഷത്തിൽ ഒരാൾ മുസ്ലിമായി ജീവിക്കുന്നു എങ്കിൽ അയാളെ സംരക്ഷിക്കൽ നിർബന്ധമാണ്. ഏതുവരെ? പറഞ്ഞതിനെതിരായ വല്ല കാര്യവും അയാളിൽ നിന്ന് വ്യക്തമാകുന്നതുവരെ. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരുത്തനെ മുസ്ലിമായി തന്നെ അംഗീകരിക്കണം. ഏത് കാലം വരെ? പറഞ്ഞതിനെതിരായത് അവനിൽ നിന്ന് വെളിപ്പെടുന്നതുവരെ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നിസ്കാരം കഴിഞ്ഞിട്ട് പർനിസ്കാരം കഴിഞ്ഞിട്ട് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സമസ്തന്റെ പള്ളിയിൽ ചെല്ലും, ഇമാമും മൗമുമിങ്ങൾ കൂടിയിട്ട്. അങ്ങനെ അത് സുന്നത്തല്ല. പക്ഷെ അങ്ങനൊക്കെ ചെല്ലുന്ന ആളുകൾ വിദേഹത്തായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെക്കാൾ കൂടുതൽ ചെല്ലുന്ന ആൾക്കാരാണ് ഈ ആളുകൾ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാണ്ട് വേറെ കോടിക്കണക്കിന് അയക്കാൻ വേണ്ടിയിട്ട് വേറെ ചെല്ലുന്ന ആളുകൾ. ഇങ്ങനൊക്കെ ചെല്ലിയിട്ടും അവരിൽ നിന്ന് എതിരായ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഏതാ? മൗലിദ് ഓതുന്നു, മങ്കൂസ് മൗലിദ് ഓതുന്നു, അങ്ങനെ വേറെ പലതും ഉണ്ട്. ഇതൊക്കെ ഓതുകയും ജാറത്തിലേക്ക് നേർച്ചയാക്കുകയും ജാറത്തിൽ തിരികെത്തിക്കുകയും ചെയ്യുന്നു. അല്ലെ? നിലവിളക്ക് അമ്പലത്തിൽ പോയാൽ കാണാം, ഹിന്ദുക്കളെ വീട്ടിൽ കാണാം, പിന്നെ ജാറത്തിലും കാണാം. എന്റെ നാട്ടില് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമിനെയും കുഴിച്ചിട്ടൊരു സ്ഥലമുണ്ട്. ഇത് ജാറം ആണ്. ഒന്നൊരു നായരാണ്, ഒന്നൊരു മാപ്പിളയാണ്. അത് അസിലൊന്നുമില്ല, കേട്ടുകേൾവിയാണ്. അവരെ എല്ലാ ആളുകളും അംഗീകരിക്കുന്നതാണ്. ഒരു ഓണത്തിനോ മറ്റോ അന്ന് കാളവണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വൈകിപ്പോയി. അപ്പം ഓണത്തിന് ഭക്ഷണം ഈ പച്ചക്കറി എത്താതെക്കാനാണ് അല്ലെങ്കിൽ സാധനങ്ങൾ എത്താതെക്കാൻ വൈകിപ്പിച്ചതാണ് എന്ന അങ്ങനെ എന്തോ തർക്കത്തിൽ കൊല്ലപ്പെട്ടുന്നതാണ്. ഒന്ന് ഹിന്ദുവാണ്, നായരാണ്, ഒന്ന് മാപ്പിളയാണ്. അതിന്റെ പുറത്ത് പിന്നെ ഒരാൾ മറയുന്നത്. അതൊക്കെ കുറെ കാലം കഴിഞ്ഞ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് അറിയില്ല. ഞാൻ ജനിച്ച ഉടനെ ചെറുപ്പത്തിലാന്ന് തോന്നുന്നു. അയാളിങ്ങനെ അങ്ങാടിയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരാളായിരുന്നു. അയാൾ വയറിളക്കവും ഛർദിയും പിടിച്ചിട്ട് ഒരു വരാന്തേക്ക് കിടന്നു, അവിടെ മരിച്ചു. അങ്ങനെ അവിടെ അന്നത്തെ കബർസ്ഥാൻ, സംസ്ഥാന കബർസ്ഥാൻ, അങ്ങോട്ട് കൊണ്ടുപോകാതെ അവിടെ കബർ വെച്ചിട്ട് കുഴിയുന്നില്ല എന്നിട്ട് പിന്നെ ഈ ജാറത്തിന്റെ പുറത്ത് ഇയാൾ കുഴിച്ചിട്ടു ഈ മനുഷ്യനെ. അപ്പൊ ഇപ്പൊ അടുത്താ ഞാൻ കാണുന്നത്. അത് പിന്നെ കുറച്ച് കെട്ടിപ്പൊക്കിയിട്ടാണ്. ആദ്യം വെറൊരു കബറ, ഇപ്പൊ തറക്ക് കെട്ടി. ഇപ്പൊ ഈ അടുത്തൊരു ദിവസം ഞാൻ അതിന്റെ ഇടയിൽ കൂടി നോമ്പിന്റെ മുമ്പാണ് അതിന്റെ അടുത്തു കൂടി ഇങ്ങനെ പോയപ്പോ അവിടെ നിലവിളക്കുണ്ട്. ഈ പുറത്ത് ഉള്ളിലുണ്ടാവപ്പോ ഉള്ളിലാണ് മാപ്പിളയും ഒന്ന് നായരും, പുറത്തുള്ളത് മുസ്ലിമായ ഒരു മനുഷ്യനാണ്. അയാളെ തലഭാഗത്ത് ഒരു നിലവിളക്ക്, ഇത് മാപ്പിളരമ്പലത്തിൽ. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതാണ് യുഹാലിഫോ ദാലിക. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായത് കണ്ടാൽ കാണുന്നത് വരെ അവനെ മുസ്ലിമായി അംഗീകരിക്കണം. വഅൻസലല്ലാഹു തആല ഫീ ദാലിക യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ളറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനൂ വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ ലസ്ത മുഅ്മിനാ തബ്തഗൂന അർളൽ ഹയാത്തിദ് ദുനിയ ഫഇൻദല്ലാഹി മഗാനിമു കസീറ കദാലിക കുൻതും മിൻ ഖബൽ ഫമന്നല്ലാഹു അലൈക്കും ഫതബയ്യനൂ ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തിലാണ് സൂറത്തുൻ നിസായിലെ 94-ാമത്തെ ആയത്തിറക്കിയത്. എന്താണ് ആ ആയത്തിലുള്ളത്? സത്യവിശ്വാസികളെ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ ആളുകളെ കാണുമ്പോ ഫതബയ്യനു, നിങ്ങൾ തെളിവന്വേഷിക്കണം. വെറുതെ ആരെയും പോയി വെട്ടാനോ കുത്താനോ നിൽക്കരുത്. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ. ഒരു ഖിറാഅത്തനുസരിച്ച് സലമ എന്നുണ്ട്. ഇസ്ലാമിനെ, ഞാൻ മുസ്ലിമാണെന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ, ആ സലാം പറഞ്ഞ മനുഷ്യനോട് നീ മുസ്ലിം അല്ല, മുഅ്മിൻ അല്ല എന്ന് അങ്ങോട്ട് പറയരുത്. കാരണം അവൻ ഞാൻ മുസ്ലിമാണെന്ന് അവൻ പറയുന്നു. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തഹിയ്യത്തായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നൊരുത്തൻ പറഞ്ഞാൽ എന്ത് സലാം പറഞ്ഞ മുസ്ലിം അല്ലടോ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന നിങ്ങൾ എന്നിട്ട് അവനെ കൊല്ലുകയാണെങ്കിൽ, ആക്രമിക്കുകയാണെങ്കിൽ തബ്തഗൂന അർളൽ ഹയാത്തിദ് ദുനിയ, ഇതാരാ സഹാബികളെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഭൂമിയിലെ വിഭവങ്ങൾ, ഭൗതിക വിഭവങ്ങളാകുന്നു നിങ്ങൾ മോഹിക്കുന്നത്. കാരണം എന്താ, അവനെ കൊന്നിട്ട് ഓന്റെ അടുത്തുള്ളത് പിടിച്ചെടുക്കുക, അത് ഗനീമത്തായി സ്വീകരിക്കുക. അപ്പൊ നിങ്ങൾ പണം കിട്ടാൻ വേണ്ടിയിട്ട് ലായലാന്ന് പറഞ്ഞവനെ കൊല്ലുകയാണ്. എന്നാൽ ഫഇൻദല്ലാഹി മഗാനിമു കസീറ, അള്ളാഹുവിനടുക്കൽ എമ്പാടും ഗനീമത്തുകൾ, സ്വത്തുക്കൾ വേറുണ്ട്. ഇങ്ങനെ ലായലായെന്ന് പറഞ്ഞവനെ അല്ലെങ്കിൽ സലാം പറഞ്ഞവനെ കൊന്ന് നിങ്ങൾ അവന്റെ പിടിച്ചെടുക്കണ്ട. നിങ്ങൾ ഈ ദുനിയാവ് മോഹിക്കുന്ന ആളുകളാണ്. അള്ളാഹിനടുക്കൽ വേറുണ്ട്. കദാലിക കുന്തും മിൻ ഖബൽ, നിങ്ങളും പണ്ട് ഇങ്ങനെയായിരുന്നു. എന്നാൽ മുമ്പ് നിങ്ങൾ മുശ്രിക്കായിരുന്നു, പിന്നെ നബീനെ കണ്ട് കേട്ട് ഇസ്ലാമിലേക്ക് വന്നതാണ്. ഫമന്നല്ലാഹു അലൈക്കും, മുമ്പ് നിങ്ങൾ ഇവരെ പോലെയായിരുന്നു, മുശ്രിക്കളായിരുന്നു. പക്ഷെ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു. എന്നാൽ നബി വന്നു, ഇസ്ലാമും നിങ്ങൾക്ക് കിട്ടി, അങ്ങനെ നിങ്ങൾ പിന്നെ മുസ്ലിങ്ങളായത്. അപ്പോ ഇതുപോലത്തെ ആൾക്കാർ വേറെ ഉണ്ടാവും, നിങ്ങൾ മനസ്സിലാക്കണം. ഫതബയ്യനൂ, അങ്ങനെ ഒരുത്തൻ മുസ്ലിമായി കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമുണ്ടെങ്കിൽ ഫതബയ്യനു, നിങ്ങൾ തെളിവന്വേഷിക്കണം. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഈ ആയത്ത് കൊടുത്തിട്ട് ശൈഖ് പറയാണ്, ഇവിടെ 2 വട്ടം ആയത്തിന്റെ ആദ്യ ഭാഗത്തും അവസാനത്തിലും തബയ്യനൂ എന്ന് പറയും. അപ്പൊ എന്താ 2 വട്ടം തബയ്യനൂ എന്ന് പറഞ്ഞത്? ഐ തതബ്ബതു, നിങ്ങൾ തെളിവന്വേഷിച്ച് ഉറപ്പുവരുത്തണം. ഫൽ ആയതു, അപ്പോൾ ഈ ആയത്ത് തദുല്ലു അലാ അന്നഹു യജിബുൽ കഫ്ഫു അൻഹു വത്തതബ്ബുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് സലാം പറഞ്ഞ ഒരുത്തൻ, ചില സ്ഥലത്ത് മുസ്ലിങ്ങളല്ലാത്തവരും കൂടി സലാം പറയട്ടോ, അത് വേറെ വിഷയം. അപ്പൊ സാധാരണഗതിയിൽ ഒരു മുസ്ലിമാണ് സലാം പറഞ്ഞ മുസ്ലിമാണെന്ന് മനസ്സിലാക്കിയ ഒരുത്തൻ, അവൻ നിങ്ങൾ മുസ്ലിമായി കാണുകയും അവർ തെളിവന്വേഷിക്കുകയും എന്നിട്ട് അവനെ നിങ്ങൾ മുസ്ലിമായി പരിഗണിച്ച് അവനെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യണം. അതാണ് ആദ്യം പറഞ്ഞ തബയ്യനു എന്ന് പറഞ്ഞാൽ. പിന്നെ രണ്ടാമത് വീണ്ടും തബയ്യനു എന്ന് പറഞ്ഞത് ഫൈൻ തബയ്യന മിൻഹു ബഅദ ദാലിക മാ യുഖാലിഫുൽ ഇസ്ലാം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തനിൽ നിന്ന് അവന്റെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരിൽ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായ വല്ലതും അവനിൽ നിന്ന് കണ്ടാൽ ഖുതില ലിഖൗലിഹി ഫതബയ്യനു, രണ്ടാമത് വീണ്ടും അല്ലാഹു ഫതബയ്യനു, നിങ്ങൾ തെളിവന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തെളിവന്വേഷിച്ച് ഇസ്ലാമിനെതിരായത് അവനിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് കണ്ടാൽ അവനെ നിങ്ങൾ കൊല്ലണം. നമ്മുടെ നാട്ടിലല്ല, ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്താണ്. കാരണം അവൻ മുർത്തദ്ദായി. ഇസ്ലാമായ ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ പ്രവർത്തിച്ചാൽ അവൻ മുർത്തദ്ദായി, അപ്പൊ അവനെ കൊല്ലണം. ഇവിടെ കൊല്ലാൻ പോകാനല്ല ഈ പറയുന്നത്. വലൗ കാന ലാ യുഖ്തൽ ഇദാ ഖാല ലാ ലം യകുൽ ലിത്തസബ്ബുതി മഅനൻ. അപ്പോ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തൻ അതിനെതിരായി പ്രവർത്തിച്ചാൽ അവനെ കൊല്ലേണ്ടതില്ലെങ്കിൽ പിന്നെ അള്ളാഹു ഈ രണ്ടാമത് തബയ്യനു എന്ന് പറഞ്ഞതിന് പിന്നെ ഒരർത്ഥവും ഉണ്ടാവുകയില്ല. അപ്പൊ 2 വട്ടം ഈ തബയ്യനു എന്ന് ആവർത്തിച്ചത് സലാം പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവനെ നിങ്ങൾ മുസ്ലിമായി കാണാം. അവൻ അത് ഉറപ്പിക്കുക, എന്നാൽ അവൻ അതിനെതിരായിട്ടൊന്നുമില്ല. അങ്ങനെ ഉറപ്പാണെങ്കിൽ നിങ്ങൾ അവനെ മുസ്ലിമായി പരിഗണിക്കണം. എന്നാൽ പിന്നെ അവനിൽ നിന്ന് അതിനെതിരായ വല്ലതും കണ്ടാലോ അപ്പൊ നിങ്ങൾ ഉറപ്പുവരുത്തണം അവനിൽ നിന്ന് ഇസ്രായേൽ അതൊക്കെതിരായ വല്ല കാര്യവും ഉണ്ടായിട്ടുണ്ടോ, വാക്കോ പ്രവൃത്തിയോ, എങ്കിൽ പിന്നെ അവനെ കൊല്ലണം. അപ്പൊ ഇത് വെറുതെ പറഞ്ഞതല്ല. ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നസായി അതുപോലെ തന്നെ ബുഖാരി റഹിമഹുമുള്ള അവരൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് ഉദ്ധരിച്ചതായി കാണാം. ഈ പറയുന്ന ലാ ഇലാഹ സലാം പറഞ്ഞ അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് പറഞ്ഞ ഒരുത്തനെ നിങ്ങൾ കയ്യേറ്റം ചെയ്യുകയും അവന്റെ സമ്പത്ത് പിടിച്ചെടുക്കുകയും കൊല്ലുകയും ചെയ്യാൻ പാടില്ല. നീ മുസ്ലിം അല്ല എന്ന് മുഅ്മിനല്ല എന്ന് പറയാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയത് ഇബ്നു അബ്ബാസ് പറയാണ്, ഒരാൾ അയാളുടെ കൂടെ ചെറിയൊരു ആട്ടിൻകൂട്ടവും ഉണ്ടായില്ല. ഈ ആട്ടിൻകൂട്ടത്തെ മേച്ചടക്കുന്ന ഇടയന്റെ അടുക്കിലേക്ക് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ എത്തിപ്പെട്ടു. അപ്പൊ ഈ ഇടയൻ അസ്സലാമു അലൈക്കും എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഈ സലാം പറഞ്ഞ വ്യക്തിയെ ഫഖതലൂഹു വഅഖദൂ ഗനീമതഹു, സലാം പറഞ്ഞവനെ ഓൻ വെറുതെ നേരത്തെ ഉസാമ തെറ്റിദ്ധരിച്ചതുപോലെ ഇവൻ വെറുതെ നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം.
ഇവിടെ കാരണം പറഞ്ഞിട്ടില്ല, അല്ലാതെ വെറുതെ സഹാബത്ത് ചെയ്യൂല. അപ്പൊ അവനെ കൊല്ലുകയും അവന്റെ ഈ ആടുകളെ ഗനീമത്തായി പിടിച്ചെടുക്കുകയും ചെയ്യും. ഫഅൻസലല്ലാഹു ഫീ ദാലിക, ഈ സലാം പറഞ്ഞവനെ കൊന്ന് അവന്റെ ആടുകളെ പിടിച്ചെടുത്തവന്റെ സഹാബികളുടെ കാര്യത്തിലാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത്. തബ്തഊന അറളൽ ഹയാത്തിദ് ദുനിയാ, ഈ ആടുകൾ കുറിച്ചാണ് ഇവിടെ ദുനിയാവിന്റെ ഭൗതിക ചരക്കുകൾ എന്ന് പറയുന്നത്. ഈ ഐഹിക ജീവിതത്തിന്റെ ചരക്കുകളെ തേടുന്നവരാകുന്നു, മോഹിക്കുന്നവരാകുന്നു നിങ്ങൾ എന്ന് ആ ചെയ്ത സഹാബികളെ അള്ളാഹു ആക്ഷേപിച്ചു. കാരണം എന്താ, ഈ സലാം പറഞ്ഞവൻ മുസ്ലിമായി ആണ്. അപ്പോ അവനെ പിന്നെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, ആ ചെയ്തത് ശരിയായില്ല എന്ന് അള്ളാഹു ആയത്തിറക്കിയത് ഇതുകൊണ്ടാണ്. വകദാലികൽ ഹദീസുൽ ആഖറു വഅംസാലുഹു മഅനാഹു മാ ദക്കർതു അന്ന മൻ അൽഹറൽ ഇസ്ലാമ വത്തൗഹീദ വജബൽ കഫ്ഫു അൻഹു ഇല്ലാ അൻ തബയ്യന മിൻഹു മാ യുനാഖിദു ദാലിക. ഇനിയിപ്പോ ഈ ഹദീസുകൾ മാത്രമല്ല, ഇതല്ലാത്ത വേറെയും ഹദീസുകളുണ്ട്. ഏത് ഹദീസ് ഇത്തരം ഹദീസുകൾ കൊണ്ടുവന്നാലും ആ ഹദീസുകളുടെ ഒക്കെ ആശയം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാകുന്നു. ശൈഖ് പറയാണ്, എന്താണ് ആ പറഞ്ഞ കാര്യം? ലാ ഇലാഹ ഇല്ല, ഇസ്ലാം പ്രകടിപ്പിക്കുകയും തൗഹീദിനെ വ്യക്തമാക്കുകയും ചെയ്ത ഒരുത്തനെ അവനെ പിന്നെ ആക്രമിക്കാൻ പാടില്ല. എന്നാൽ അവനിൽ നിന്ന് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായ വല്ല കാര്യവും കണ്ടാലല്ലാതെ. അപ്പൊ എന്താ പറഞ്ഞതിനൊക്കെ ചുരുക്കതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും എന്നിട്ട് അതിനെതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മുസ്ലിമാണ്. ഓനെ പിന്നെ കയ്യേറ്റം ചെയ്യാനോ ആക്രമിക്കാനോ സ്വത്ത് പിടിച്ചെടുക്കാനോ രക്തം ചിന്താനോ ഒന്നും പാടില്ല. കഫാൻ എന്നാൽ അവനെ തടയുന്നാൽ അവനെ പ്രതിരോധിക്കണം, അവനെ സംരക്ഷിക്കണം. എന്നാൽ അവനിൽ നിന്ന് അതിനെതിരായ വാക്കോ പ്രവർത്തോ മൗലൂദോ മറ്റു കാര്യങ്ങളോ ഒക്കെ കണ്ടാൽ അവൻ മുശ്രിക്കാണ്, കാഫറാണെന്ന് മനസ്സിലാക്കണം. വദ്ദലീലു അലാ ഹാദാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ഖാല അഖതൽതഹു ബഅദമാ ഖാലഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയോട് ചോദിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം അവനെ നീ കൊന്നുവോ? ചോദിക്കാൻ കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ആ പറഞ്ഞ ആളിൽ നിന്ന് ലാ ഇലാഹക്കെതിരായ ഒരു കാര്യം ഉസാമ കണ്ടിട്ടില്ല, കാണാത്ത, അതിനെതിരായ ഒരു കാര്യം ചെയ്യാത്ത, അത് കണ്ടിട്ടില്ലാത്ത നീ എങ്ങനെ പിന്നെ അയാളെ കൊന്നു? കൊല്ലാൻ പാടില്ല, തെറ്റായിരുന്നു അത്. അതുപോലെ തന്നെ മോള് പറഞ്ഞ രണ്ടാമത്തെ ഹദീസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ യുദ്ധം ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എല്ലാവരും മുസ്ലിങ്ങളാണ് എന്നർത്ഥമല്ല. എന്നിട്ട് തൊട്ട് ശേഷം പറയേണ്ടത് അതിന്റെ മറുപടി എന്നോണം, ഹുവല്ലദീ ഖാല ഫിൽ ഖവാരിജ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ ആളുകളോട് യുദ്ധം ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇസ്ലാമിനെതിരായി ഒന്നും അവരിൽ നിന്നുണ്ടായിട്ടില്ലെങ്കിൽ. അപ്പറഞ്ഞ നബി തന്നെ പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്. അതേതാ? ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫഖൻ അലൈഹിയായ ഹദീസുകൾ. ഇവിടെ ഹദീസ് ശൈഖിന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. ആ ഹദീസ് പറയുന്ന കാര്യം എന്താ? ഖവാരിജികളെ കുറിച്ച് പറഞ്ഞ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിൽക്കാലത്ത് ചില ആളുകൾ വരും, അവർ ചെറുപ്പക്കാരായിരിക്കും, എന്നാൽ വിവേകം കുറവായിരിക്കും. അവർ സൃഷ്ടികളുടെ വാക്കിൽ വെച്ച് മെച്ചപ്പെട്ട വാക്ക് പറയുന്നവരായിരിക്കും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദൊക്കെ പറയുന്നവരായിരിക്കും. ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ ആ ഖുർആൻ അവരുടെ തൊണ്ടക്കുഴിന്റെ അപ്പുറത്തേക്ക് താഴോട്ടിറങ്ങി പോവുകയില്ല. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്, പക്ഷെ ഇസ്ലാമിൽ നിന്ന് അമ്പേറ്റ മൃഗത്തിൽ നിന്ന് അമ്പ് തുളച്ച് അപ്പുറത്ത് ചാടിപ്പോകുന്നത് പോലെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിപ്പോകും. എന്നാൽ ഇസ്ലാമിലേക്ക് കയറി വന്നിട്ട് പിന്നെ ഇസ്ലാമിൽ നിന്ന് പിന്നെ കാഫറിലേക്ക് തന്നെ പോകും. അപ്പുറത്ത് കുഫറിൽ ഇസ്ലാമിലേക്ക് വന്നു, വീണ്ടും കുഫറിലേക്ക് പോകുന്നു. അപ്പൊ മുർത്തദ്, അമ്പ് ഇപ്പുറത്തുനിന്ന് തുളച്ചു കടന്ന് മൃഗത്തിന്റെ അപ്പുറം ചാടിപ്പോകുന്നത് പോലെ നബി ഉദാഹരിച്ചതാണ്. ആ ആളുകളെ നിങ്ങൾ കണ്ടാൽ ഫഖ്തുലൂഹും, അവർ നിങ്ങൾ കൊല്ലണം. ഫഇന്ന ഫീ ഖത്ലിഹിം അജ്റൻ ലിമൻ ഖതലഹും ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഈ പറയുന്ന ഖവാരിജികളായ ആളുകളെ കൊല്ലുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ പ്രതിഫലമുണ്ട്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാ. അപ്പൊ ഇവിടെ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ പിന്നെ അതിനെതിരായ കാര്യം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ആക്രമിക്കാൻ പാടില്ല, അവനെ മുസ്ലിമായി കണക്കാക്കണം എന്ന് പറഞ്ഞ നബി തന്നെ പറഞ്ഞ ഹദീസാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, സൃഷ്ടികളിൽ വാക്കുകൾ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് പറയുന്നു, ഖുർആൻ ഓതുന്നു ധാരാളമായി, നല്ല ഓത്താൻ, നല്ല ഭക്തിയുള്ളവരാണ്. സഹാബികൾക്ക് പോലും ഞങ്ങൾ അവരെത്തുന്ന എത്തൂലേ എന്ന് തോന്നിപ്പോയിരുന്നു എന്നൊക്കെ വേറെ ഹദീസുകളുണ്ട്. മറ്റൊരു ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനെങ്ങാനും അവരെ കണ്ടിരുന്നെങ്കിൽ, എന്നാൽ അക്കാലത്ത് ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ, ഈ ആളുകളെ ഞാൻ കണ്ടുമുട്ടിയാൽ ലഅഖ്തുലന്നഹും ഖത്ല ആദിൻ, ആദ് ഗോത്രക്കാരെ കൊന്നതുപോലെ ഞാൻ ഈ ഖവാരിജികളെ കൊല്ലും. അപ്പൊ ഖവാരിജികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തവരാ? ശിർക്ക് ചെയ്തവരാ? അല്ല, ഒരു ശിർക്കുമില്ല. അള്ളാഹനെ മാത്രം ആരാധിച്ചവരാണ്. മുഹമ്മദ് നബി പ്രവാചകരാണെന്ന് അംഗീകരിക്കുന്നവരാണ്. പക്ഷേ ഇവർക്ക് എന്താ കുഴപ്പം?
അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, ഇസ്ലാമിനെതിരായ വേറെ പല കാര്യങ്ങൾ ചെയ്യും. മഅകൗനിഹിം, അപ്പൊ ഈ ഖവാരിജികളായ ആളുകൾ മഅകൗനിഹിം മിൻ അക്സരിന്നാസി ഇബാദത്തൻ വ തഹ്ലീല, ഹദീസ് പറഞ്ഞ അതിന്റെ ആശയമാണ്. അവര് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുള്ള ആളുകളായിരുന്നു. വ തഹ്ലീലൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായി ചെല്ലുന്ന ആളുകളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ സഹാബികൾ തന്നെ ഇവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് കുറവാണോ, ഞങ്ങൾ നിസ്സാരന്മാരാണോ, അവരെക്കാൾ മോശക്കാരാണോ എന്ന് സഹാബികൾ തന്നെ ധരിച്ചുപോയിരുന്നു. അത്രമാത്രം ഇബാദത്തുള്ള, കണ്ടാൽ നല്ല ഭക്തി തോന്നുന്ന, ധാരാളമായി ഖുർആൻ ഓതുന്ന ആളുകളാണ് ഖവാരിജികൾ. വഹും തഅല്ലമുൽ ഇൽമ മിനസ് സഹാബ, ഈ ഖവാരിജികൾ ദീൻ പഠിച്ചത് സഹാബികളിൽ നിന്നാണ്. പക്ഷേ ഫലം തൻഫഉഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ സഹാബികൾ പോലും അത്ഭുതം കൂറിയ എന്തിനെക്കുറിച്ച്, ഇബാദത്തിനെക്കുറിച്ച് ഈ ആളുകൾക്ക് അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെട്ടില്ല. വലാ കസറത്തുൽ ഇബാദ, അവരുടെ എമ്പാടുമുള്ള ഇബാദത്തും അവർക്ക് ഉപകാരം ചെയ്തില്ല. വലദ്ദിആഉൽ ഇസ്ലാമി, അവർ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന അവരുടെ വാദവും അവർക്ക് ഉപകാരം ചെയ്തില്ല. എന്തുകൊണ്ട്? ലമ്മാ ലഹറ മിൻഹും മുഖാലഫത്തു ശരീഅ, ശരീഅത്തിനെതിരായ കാര്യം അവരിൽ നിന്ന് പ്രകടമായപ്പോൾ. എന്താ ശരീഅത്തിനെതിരായ കാര്യം ഉണ്ടായത്? അലി റളിയല്ലാഹു അൻഹുമായി അവർ പ്രശ്നത്തിലായി. അലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അലിക്കെതിരായി. മുആവിയയുമായുള്ള പ്രശ്നത്തിൽ കുന്തത്തിൽ ഖുർആൻ കുത്തി നിർത്തി തഹ്കീം, ഖുർആന്റെ വിധിയിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞ് നിങ്ങൾ പിൻവാങ്ങിയത് ശരിയായില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കുഫ്ർ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അലിക്കെതിരിൽ ഇവർ യുദ്ധം നടത്തി. അപ്പൊ ഭരണാധികാരിക്കെതിരെ വിപ്ലവം നടത്തിയ ആളുകളാണ് ഇവർ. ഇത് ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ അദ്ദേഹത്തിന്റെ തന്നെ അനുയായികളായിരുന്ന ആളുകൾ ഭരണത്തിനെതിരിൽ, ഖലീഫക്കെതിരെ കലാപവുമായി പുറപ്പെട്ടു. അങ്ങനെയാണ് ഖവാരിജുകൾ, ഭരണത്തിനെതിരെ പുറപ്പെട്ടവർ എന്ന പേര് വരാൻ കാരണമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മറ്റും പല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന അർത്ഥമുണ്ട്. കാരണം പുറത്തുപോയത് എന്തുകൊണ്ടാണ്? ശരിക്കും ഖവാരിജ് ആദ്യത്തെ അതിന്റെ പേര് വരാൻ കാരണം ഭരണാധികാരിക്കെതിരെ, ഖലീഫക്കെതിരെ കലാപവുമായി പുറത്തു വന്നു എന്നതാണ്. അപ്പൊ ആ നിലപാടിലേക്ക് പോയി. പിന്നെ പല അതിവാദങ്ങൾ ഉണ്ടായി. അങ്ങനെ അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയവരായി തീർന്നു കുറെ ആളുകൾ. അപ്പൊ ഇവിടെ പറഞ്ഞാൽ ചുരുക്കം എന്താ, ഇങ്ങനെയൊക്കെ ഇബാദത്തുണ്ടായിട്ടും ഇവരെ ഞാൻ കണ്ടാൽ ആദുകാരെ കൊല്ലുന്നതുപോലെ ഞാൻ കൊല്ലുമെന്നും, നിങ്ങൾ അവരെ കണ്ടാൽ കൊല്ലണമെന്നും, നിങ്ങൾ ഖിയാമത്ത് കൂലി കിട്ടുമെന്നും നബി പറഞ്ഞത് ഇപ്പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹും ഇബാദത്തും ഒക്കെയുള്ള നന്നായി ഖുർആനോതും നല്ല ഭക്തരായി തോന്നുന്ന ആളുകളെ കുറിച്ചാണ്. എന്താ കാര്യം? അവർ ഇസ്ലാമിനെതിരായി പ്രവർത്തിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത അതിനെ പൊളിച്ച ആളുകളായി മാറി. وكذلك ما ذكرنا من قتال اليهود وقتال الصحابة رضي الله عنهم بني ഹനീഫ, ഇതുപോലെ തന്നെയാണ് നേരത്തെ നാം പറഞ്ഞ ജൂതന്മാരോട് നബി നടത്തിയ യുദ്ധവും ബനു ഹനീഫക്കാരോട് മുസൈലിമത്തുൽ കദ്ദാബിനെ പ്രവാചകനായി അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ, അതായത് മുഹമ്മദ് നബിയെ അന്ത്യപ്രവാചകനായി അംഗീകരിച്ചില്ല, മുസൈലിമ കൂടി നബിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരോട് നബി നടത്തിയ യുദ്ധവും ഇവരുടെ വാദങ്ങൾക്കെതിരായതാകുന്നു. ഇനി വേറൊരു മറുപടി വരെയാണ്. വകദാലിക അറാദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യഗ്സുവ ബനിൽ മുസ്തലിഖ്, ഇത് നേരത്തെ ഒന്നും പറയാത്തൊരു കാര്യമാണ്. ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു യുദ്ധമാണ് ബനുൽ മുസ്തലിഖ് യുദ്ധം. മുസ്തലിഖിന്റെ മക്കൾ എന്നാണ് ബനുൽ മുസ്തലിഖ് ഗോത്രക്കാർ. ആ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തു. ലമ്മ അഖ്ബറഹു റജുലുൻ മിൻഹും, ഇവര് നേരത്തെ മുസ്ലിങ്ങളായിരുന്നില്ല, പിന്നെ അവർ മുസ്ലിങ്ങളായി. പിന്നെ അതിനുശേഷം അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നബി പുറപ്പെടുകയാണ്. എന്താണ് യുദ്ധം ചെയ്യാനുണ്ടായ കാരണം? ലമ്മ അഖ്ബറഹു റജുലുൻ മിൻഹും അന്നഹും മനഉ സകാത്ത, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ് കാണാം. ഈ ആളുകൾ സക്കാത്ത് നൽകുകയില്ല എന്ന് ബനുൽ മുസ്തലിഖ് ഗോത്രക്കാർ വാദിച്ചു എന്ന വിവരം നബിക്ക് കിട്ടിയപ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ നബി ഉദ്ദേശിച്ചു. അപ്പൊ എന്താ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചിട്ടുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ സക്കാത്ത് ഞങ്ങൾ തരൂല. ഇത് അബൂ സിദ്ദീഖിന്റെ കാലത്തല്ല, നബിന്റെ കാലത്ത് തന്നെ സക്കാത്ത് നൽകുകയില്ല എന്ന് അവർ വാദിച്ചതായി നബിയോട് നബി തന്നെ ഏൽപ്പിച്ച ഒരാൾ പറഞ്ഞു. അപ്പൊ നബി അവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഹത്താ അൻസലല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ,
ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ഫാസിഖായ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ പ്രവാചകന്റെ നിയമങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുന്ന, അനുസരിക്കാത്ത ഒരു തമ്മാടിയായ ഒരുത്തൻ നിങ്ങളെടുക്കൽ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങൾ അന്വേഷിക്കണം. ഈ പറയുന്ന ഒരാള് വന്നിട്ട് ആരെക്കുറിച്ചാണ് പറയുന്നത്? മുസ്ലിമായ ഒരാളെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ തെറ്റായ വാർത്ത പറയുന്നവനാണ്. അങ്ങനെയുള്ള ഒരു തമ്മാടിയായ ഒരുത്തൻ വല്ല വിവരവുമായി നിങ്ങളെടുക്കൽ വന്നാൽ അപ്പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. മുസ്ലിം അല്ലേ പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പിന്നാണ് ചാടിപ്പോകാൻ നിൽക്കണ്ട. ആ പറഞ്ഞ വാർത്ത ശരിയാണോ എന്ന് അന്വേഷിക്കണം. അന്വേഷിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അൻ തുസീബു ഖൗമൻ ബിജഹാല, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും ഒരു ജനതക്ക് ആപത്തേൽപ്പിക്കുമെന്നതിനാൽ. അപ്പൊ ഒരു കള്ളവാർത്ത കിട്ടി. കള്ളവാർത്ത കിട്ടിയത് നമുക്ക് കള്ളവാർത്ത എന്നറിയില്ല, കേട്ടപാടെ നമ്മൾ എടുത്തു ചാടി. എന്നിട്ട് ആരെക്കുറിച്ച് പറഞ്ഞുവോ അവരെ നമ്മൾ ആക്രമിച്ചു. പിന്നെയാണ് ഈ വാർത്ത തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താവും? അനാവശ്യമായി നമ്മൾ മറ്റേ കൂട്ടരെ ആക്രമിച്ചതായി മാറും. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ തന്നെ പിന്നീട് ഖേദിക്കുന്നവരായിരുന്നു. അയ്യേ, ആ ചങ്ങായി അങ്ങനെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇവരെ ആക്രമിച്ചത് എന്നൊരു ഖേദം പിന്നെ ഉണ്ടാവും. ഖേദിച്ചിട്ട് കാര്യമല്ല, വാർത്തയെക്കുറിച്ച് ശരിയായ അന്വേഷണം നടത്താതെ ചെയ്തത് കൊണ്ടുണ്ടായ ഖേദാണ്. അതുകൊണ്ട് ആരെങ്കിലും വല്ലതും വന്നു പറഞ്ഞാൽ കേട്ട വാർത്തയുടെ ഒക്കെ പിന്നാലെ പോകണ്ട. ഫതബയ്യനു എന്ന ആയത്തിറങ്ങാൻ കാരണം ഇതാകുന്നു. ഇത് ഇമാം അഹ്മദ് ഉദ്ധരിച്ച മറ്റു ഹദീസുകളിലും കാണാം. വകാന റജുലു കാദിബൻ അലൈഹി. അപ്പൊ നബിയോട് വന്നിട്ടാണ് പറയുന്നത്, വലീദ് ഇബ്നു ഉഖബയാണ്. വലീദ് ഇബ്നു ഉഖബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കുകയാണ്. ആരിലേക്ക്? ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരിലേക്ക്. ആ ബനുൽ മുസ്തലിഖിന്റെ നേതാവ് ഹാരിസ് ഇബ്നു അബീ ളിറാർ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ നേരത്തെ നബി നടത്തിയ യുദ്ധം അവർ മുസ്ലിങ്ങളായി, എന്നിട്ട് അവരുമായി ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. സക്കാത്ത് ശേഖരിക്കണം, ആ സക്കാത്ത് നബിക്ക് കൊടുക്കണം. ഈ ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരായ മുസ്ലിങ്ങൾ ശേഖരിച്ചു വെച്ച സക്കാത്ത് വാങ്ങാനാണ് നബി ആരെ പറഞ്ഞയക്കുന്നത്? വലീദ് ഇബ്നു ഉഖബയെ പറഞ്ഞയക്കുന്നത്. പക്ഷെ ഈ വലീദ് ഇബ്നു ഉഖബ പോയിട്ട് അദ്ദേഹം വഴിയിൽ വെച്ച് എന്തോ കാരണത്താൽ പേടിച്ച് അദ്ദേഹം തിരിച്ചു പോന്നിട്ട്, കാരണം ഇത് സഹാബിയാണ്, അപ്പൊ സഹാബിപ്പെട്ട ആൾക്കാർക്ക് തെറ്റുപറ്റുമോ എന്ന് പറയാൻ പറ്റില്ല. ഇയാള് ഒരു കളവ് നബിനോട് പറഞ്ഞു. എന്താ കളവ്? ഈ ബനുൽ മുസ്തലിഖ് ഗോത്രക്കാർ, അതായത് അവരുടെ നേതാവായ ഹാരിസ് ഇബ്നു അബീ ളിറാർ സക്കാത്ത് നൽകുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നതാണ് എന്ന് വലീദ് ഇബ്നു ഉഖബ നബിയോട് എന്നിട്ട് പറയാൻ. ഹദീസിലുള്ളതാണ്. അപ്പൊ നബി എന്ന് മനസ്സിലാക്കി, ഞാൻ പറഞ്ഞയച്ച സക്കാത്ത് ശേഖരിക്കാനല്ല, ശേഖരിച്ച സക്കാത്ത് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ച സഹാബിയാണല്ലോ ഈ പറയുന്നത്. അപ്പൊ വാർത്ത ശരിയാണെന്ന് നബി മനസ്സിലാക്കുകയും അതിന്റെ പേരിൽ ബനുൽ മുസ്തലിഖുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ അയക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. അപ്പോ ഈ സംഘം ബനുൽ മുസ്തലിഖുകാരിലേക്ക് ചെന്നു. അവരെ യുദ്ധം ചെയ്യാനാ പോണത്. അവിടെ എത്തിയപ്പോ ആ നാട്ടുകാരായ ആളുകൾ, ഈ ഹാരിസ് അടക്കമുള്ള ആളുകൾ, വന്ന ആളുകളോട്, മുസ്ലിം പട്ടാളക്കാരോട് ചോദിച്ചു, നിങ്ങൾ അങ്ങോട്ടാ പോണത്? ഞങ്ങൾ ഇങ്ങടുത്തേക്കാ വന്നത്. അതെന്താ ഞങ്ങളെത്തെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നത്? നിങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് വലീദ് ഇബ്നു ഉഖബനോട് നിങ്ങൾ പറഞ്ഞില്ലേ? മടക്കി പറഞ്ഞയച്ചില്ലേ? ഇല്ലല്ലോ, അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ സംഗതി കള്ളവാർത്തയാണ് എന്ന് മനസ്സിലായത്. അങ്ങനെ അവര് ഈ ആളുകൾ തിരിച്ചു നബിക്ക് തന്നു, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, അപ്പൊ നമ്മൾ ഈ കിട്ടിയ വാർത്ത തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോന്നു. അപ്പൊ ഇവിടെ ഈ വിഷയം ഇവിടെ എന്തിനാ കൊണ്ടുവന്നത്? ബനുൽ മുസ്തലിഖുകാരോട് നബി യുദ്ധം ചെയ്യാൻ പോയി, അല്ല യുദ്ധം ചെയ്യാൻ ആളെ വിട്ടു. ഈ സംഭവമൊക്കെ ബാക്കിയൊക്കെ വിട്ടാളി. ഈ വാർത്ത ശരിയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നബി പറഞ്ഞയച്ചത്. ഇവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ലേ? മുഹമ്മദ് റസൂൽ അംഗീകരിച്ചിട്ടില്ലേ? ഉണ്ട്. പിന്നെന്താ വിഷയം? സക്കാത്ത് തരൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ? രണ്ട് സാക്ഷ്യവചനങ്ങൾ ഉച്ചരിച്ചാലും സക്കാത്ത് കൊടുക്കുകയില്ല എന്നൊരുത്തൻ പറഞ്ഞാൽ, അതിനെ നിഷേധിച്ചാൽ ഓനെന്തായി? കാഫറായി. ഓൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്, ഓന് മുസ്ലിം തന്നെയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ആളുകളുടെ വാദത്തിന് മറുപടിയായിട്ടാണ് ഈ വലീദ് ഇബ്നു ഉഖബയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അശ്ബഹത്തുൽ ഹാദിയത്തു അശറ, 11ാമത്തെ സംശയം. അപ്പൊ 10ാമത്തെ സംശയം കഴിഞ്ഞു. ഇനി 11. വലഹും ശുബഹത്തുൻ ഉഖ്റ. ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേറെ ഒരു സംശയമുണ്ട്.
وهي ما ذكر النبي صلى الله عليه وسلم أن الناس يوم القيامة يستغيثون بآدم ثم بنوح ثم بإبراهيم ثم بموسى ثم بعيسى فكلهم يعتذرون حتى ينتهوا إلى رسول الله صلى الله عليه وسلم قالوا فهذا يدل على أن الاستغاثة بغير الله ليست شركا. ഇത് സമസ്തക്കാരെ പോലുള്ള അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന മുശ്രിക്കുകളായ ആളുകൾ പറയുന്ന മറ്റൊരു സംശയമാകുന്നു. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു മനുഷ്യന്മാരെയൊക്കെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് പരലോകത്ത് ഹാജരാക്കി വിചാരണ നടക്കാതെ ഇങ്ങനെ കുറേ കാലം വയർപ്പിൽ മുങ്ങിക്കുളിച്ച് ആളുകൾ വെയിലത്ത് ചൂടുകൊണ്ട് നിൽക്കാൻ, അരശന തണലിട്ടുന്ന ആൾക്കാർ വേറുണ്ട്. വിചാരണയില്ലാതെ വിയർപ്പിൽ തൊട്ടുമുകളിൽ സൂര്യൻ നിന്ന് അങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ ആളുകൾ ചർച്ച ചെയ്യാൻ ഹദീസിൽ അത് വിശദമായി വന്നിട്ടുണ്ട്. അപ്പൊ എന്താ പിന്നെ ഇതൊന്ന് എന്തെങ്കിലും ആക്കിയ തീരുമാനത്തിലെത്താൻ ഒന്ന് പോയി നോക്കുക. ആരോടാ നമ്മളൊരു ശഫായത്ത് ചോദിക്കുക? അള്ളാഹിനോടൊന്ന് പറയാൻ. അങ്ങനെ ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ ഈ 4 ആളുകളെയും സമീപിക്കും. അവരൊക്കെ ഒഴിഞ്ഞു മാറും. അവസാനം ഈ ആളുകൾ നബിയുടെ അടുക്കൽ ചെല്ലും, മുഹമ്മദിന്റെ അടുക്കൽ ചെല്ലും. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സുജൂദിൽ കിടന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രത്യേകമായ ദിക്റുകളും അസ്മാഉകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ശഫാഅത്തിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിചാരണക്കെടുക്കുന്നത്. വിചാരണ ചെയ്യാൻ അള്ളാഹു ആൾക്കാർ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വിചാരണ ചെയ്ത് തീരുമാനിക്കുന്നത്. അതിനാണ് അശ്ശഫാഅത്തുൽ ഉളുമ, ഏറ്റവും വലിയ ശഫാഅത്ത് എന്നറിയപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ ഹദീസ് കൊണ്ടുവന്ന് മുശ്രിക്കുകളായ ആളുകൾ തെളിവാക്കുന്നത് എന്താ? പരലോകത്ത് വെച്ച് മനുഷ്യന്മാരൊക്കെ കൂടിയാലോചിച്ചിട്ട് 5 നബിമാരെ സമീപിക്കുന്നു. 5 അല്ല 6 ആളെ. മുഹമ്മദ് നബിയൊക്കെ 6 ആളായി. എന്തിനാണ്? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യണം. അപ്പോ മുഹമ്മദുൽ വഹാബിനോട് ആളുകൾ ചോദിക്കുകയാണ്, ആളുകളോട് ഇസ്തിഗാഥ തേടുന്നത് ശിർക്കാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്നിട്ടല്ലേ ഞങ്ങളെ മുശ്രിക്കാക്കുന്നത്? അങ്ങനാണെങ്കിൽ പരലോകത്ത് എങ്ങനെയാണ് 6 നബിമാരെ ശഫാഅത്ത് തേടി മനുഷ്യന്മാർ ചെല്ലുന്നത്? അപ്പൊ പരലോകത്തുനിന്ന് ആൾക്കാർ ശിർക്ക് ചെയ്യോ? ഇവരൊക്കെ മുശ്രിക്കുകളാണോ? ഇസ്തിഗാഥ ശിർക്കാണെങ്കിൽ പരലോകത്ത് എങ്ങനെ ഇസ്തിഗാഥ ഉണ്ടാവും? ഇതാണ് അവരുടെ ചോദ്യം. അപ്പൊ ഈ സംശയം ശിർക്ക് ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ ഇസ്തിഗാഥ ശിർക്കല്ല, ഇസ്തിഗാഥ നടത്തിയാലും മുശ്രിക്കാവുകയില്ല എന്നതിന് ശിർക്കിന്റെ ആളുകൾ കൊണ്ടുവരുന്ന സംശയമാകുന്നു. അപ്പൊ ഇത് ഹദീസിൽ ഞാനത് ചുരുക്കി പറയാം. നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പോ ജനങ്ങളിൽ കുറെ ആളുകൾ ആദമിനടുത്ത് നിന്നിട്ട് പറയും, നിങ്ങൾ മനുഷ്യരുടെ പിതാവാണ്. എന്നാ അബുൽ ബസറാണല്ലോ. അള്ളാഹു നിങ്ങളെ അള്ളാഹുവിന്റെ കൈകൊണ്ടാണല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത്. മലക്കുകളെ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു സുജൂദ് ചെയ്യിപ്പിച്ചിട്ടില്ലേ? അള്ളാഹു എല്ലാ നാമങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ആദം നബിക്ക് അള്ളാഹു കൊടുത്ത ശ്രേഷ്ഠതകൾ. ഇങ്ങനെയൊക്കെയുള്ള ആളാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് നടത്തണം, അള്ളാഹിനോട് ശുപാർശ ചെയ്യണം. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടട്ടെ. അപ്പൊ ആദമിന്റെ മറുപടി, ഞാൻ ലസ്തു ഹുനാക്കും, ഞാൻ അതിന് പറ്റിയ ആളല്ല. കാരണം നമ്മളത് ചെയ്തിട്ടുണ്ട്, ഇത് മരത്തുനിന്ന് കായ് പറിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിന് പറ്റിയ ആളല്ല, ഞാനതിന് യോഗ്യനല്ല. അതുകൊണ്ട് നിങ്ങൾ നൂഹിനടുത്ത് പോയി നോക്കൂ. ആ നൂഹ് ഭൂമിയിലെ ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട 1ാമത്തെ റസൂലാകുന്നു. അതുകൊണ്ട് പോയി നോക്കൂ. അങ്ങനെ നൂഹിനടുക്ക് ചെല്ലും. നൂഹും പറയും അതേ മറുപടി, ലസ്തു ഹുനാക്കും, ഞാൻ അതിന് യോഗ്യനല്ല. കാരണം എന്താ? മകന്റെ കാര്യങ്ങള്, മകന്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കാരണങ്ങൾ പറഞ്ഞിട്ടുള്ള വേറെ ചില വന്നു. അതുകൊണ്ട് ഞാൻ ലജ്ജിക്കുന്നു അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കാൻ. നിങ്ങൾ ഖലീലുർ റഹ്മാൻ, അതായത് ഖലീലുള്ള ഇബ്രാഹിമിന്റെ അടുക്കൽ പോയി നോക്കൂ. അങ്ങനെ ഇബ്രാഹിമിന്റെ അടുക്കൽ ചെല്ലും. ഇബ്രാഹിം നബിയും അതേ മറുപടി പറയും, ഞാനതിന് യോഗ്യനല്ല. അതുകൊണ്ട് നിങ്ങൾ മൂസയുടെ അടുക്കൽ ചെല്ലൂ. മൂസാ നബിക്ക് അള്ളാഹു സംസാരിച്ച ആളാണ്, തൗറാത്ത് കൊടുത്ത ആളാണ് എന്ന് ഇബ്രാഹിം നബി പറയും. അങ്ങനെ മൂസയുടെ അടുക്കൽ ചെല്ലും. മൂസാ നബി പറയും, ലസ്തു ഹുനാക്കും, ഞാൻ അതിനൊന്നും പറ്റിയ ആളല്ല. ഞാൻ ഖത്ലൻ നഫ്സി ബിഗൈരി നഫ്സിൻ, മൂസാ നബി ഒരുത്തനെ അടിച്ചു കൊന്നിട്ടുണ്ടല്ലോ ആ കിബ്തിനെ. അപ്പൊ ഞാനൊരുത്തനെ കൊന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഈ കാര്യം ചോദിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. നിങ്ങൾ ഈസന്റെ അടുക്കൽ ചെല്ലൂ. ഈസ അള്ളാഹുവിന്റെ അടിമയും നബിയുമാണ്, അള്ളാഹുവിന്റെ കെലിമത്താണ്, റൂഹാണ്. അതുകൊണ്ട് നിങ്ങൾ ഈസന്റെ അടുക്കൽ ചെല്ലൂ. ഈസാ നബിയും പറയും, ഞാൻ അതിന് യോഗ്യനല്ല. നിങ്ങൾ മുഹമ്മദ് അടുക്കൽ ചെല്ലുക. മുഹമ്മദിന് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്ത മഹാനാണ്. അതുകൊണ്ട് മുഹമ്മദ് അടുക്കൽ ചെല്ലൂ. അങ്ങനെയാണ് മുഹമ്മദ് അടുക്കൽ എത്തുന്നത്. അപ്പൊ ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ 5 നബിമാർ കഴിഞ്ഞു.
6ാമത് നബിയെ സമീപിക്കണം. അപ്പൊ 6 ആളുകളെ കൊണ്ട് പരലോകത്ത് ഇസ്തിഗാസ നടത്തിയില്ലേ? ഇവരൊക്കെ മനുഷ്യ ആൾക്കാരല്ലേ? അപ്പൊ ഇസ്തിഗാസ പിന്നെ ശിർക്കാണോ? തൗഹീദല്ലേ? അപ്പൊ ഞങ്ങൾ ഇസ്തിഗാസയും ശരിയെന്നല്ലേ? അത് ഇസ്ലാമല്ലേ എന്നാ ചോദ്യം. അപ്പോ നബിനിടയ്ക്ക് ചെല്ലുന്നു എന്ന് നേരത്തെ പറഞ്ഞതുപോലെ 4 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയോട് ചോദിക്കുന്നതും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇങ്ങനെ അതിര് നിർണയിച്ചു കൊടുക്കുന്നതും ഈ ആളുകൾക്ക് എവിടെ നീ ശഫായത്ത് നടത്തിക്കോ, ഈ ആളുകൾക്ക് എവിടെ ശഫായത്ത് നടത്തിക്കോ എന്നൊക്കെ ചോദിക്കുന്നതുമായ നീണ്ട കാര്യങ്ങൾ ഈ ഹദീസിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാദം പറയുന്ന ആളുകൾക്കുള്ള മറുപടി ഫൽ ജവാബു അൻ തഖൂല സുബ്ഹാന മൻ തബഅ അലാ ഖുലൂബി അഅദാഇഹി, അല്ലാഹുവിന്റെ ശത്രുക്കളുടെ ഹൃദയത്തിന് മുദ്ര വെച്ചവനായ അല്ലാഹു എത്ര പരിശുദ്ധൻ. ഫഇന്നൽ ഇസ്തിഗാസത ബിൽ മഖ്ലൂഖി അലാ മാ യഖ്ദിറു അലൈഹി ലാ നുൻകിറുഹാ. ഇവര് പറഞ്ഞെന്താ? അത് ഇസ്തിഗാസയാണ്, ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ തന്നെ. ഇത് ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അതും ശിർക്കാകണ്ടേ എന്നുള്ള ചോദ്യം. എന്നാൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മറുപടി, സൃഷ്ടികളെ കൊണ്ട് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യത്തിൽ ഇസ്തിഗാസ നടത്തുക എന്ന് പറയുന്നതിനെ നമ്മൾ എതിർക്കുന്നില്ല. ഒരാൾക്ക് കഴിയുന്ന കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് ഇസ്തിഗാസ നടത്താം. മൂസാ നബിയോട് തന്റെ ബനി ഇസ്രായേലിൽപ്പെട്ട ഒരാൾ എന്നെ നീയും സഹായിക്കണം, മറ്റവൻ തല്ലാൻ വരുന്നുണ്ട്, കൊല്ലാൻ വരുന്നുണ്ട് എന്ന് മൂസാ നബിയോട് ബനി ഇസ്രായേലിൽപ്പെട്ട ഒരുത്തൻ സഹായം ചോദിച്ചു. ആ സഹായം ചോദിച്ചതിനെ കുറിച്ച് ഖുർആനിൽ എന്താ പറഞ്ഞത്? ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി, തന്റെ കക്ഷിയിൽപ്പെട്ട ഒരുത്തൻ ഇസ്തിഗാസ നടത്തി. അപ്പോൾ അവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഇസ്തിഗാസ എന്നാണ്. ഇതിന് മൂസാ നബിയോട് എന്നെ ഇവനിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നൊരു അടിയന്തര സഹായം തേടിയതിനാണ് ഖുർആൻ ഇസ്തിഗാസ എന്ന് ചോദിച്ചത്. അപ്പൊ അത് ശിർക്കാണോ? അല്ല. കാരണം എന്താ? മൂസാ നബിക്ക് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞവനെ രക്ഷപ്പെടുത്താൻ മൂസാ നബിക്ക് കഴിവുണ്ട്. മൂസാ നബി ജീവിച്ചിരിപ്പുള്ള ആളാണ്. അപ്പൊ ജീവിച്ചിരിപ്പുള്ള മൂസാ നബിയോട് മൂസാ നബിക്ക് കഴിയുന്ന ഒരു കാര്യത്തിൽ സഹായം ചോദിച്ചാൽ അത് ഇസ്തിഗാസ എന്നാണ് ഭാഷാപരമായി പറയുക എങ്കിൽ പോലും അതെന്തിൽപ്പെട്ടതല്ല, ശിർക്കിൽപ്പെട്ടതല്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്ത് ചെയ്യാം? ഒരു അപകടത്തിൽപ്പെട്ടുന്ന ഒരാൾക്ക് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ഒരു അടിയന്തര ഘട്ടത്തിൽ സഹായം ചോദിക്കാം, എന്നെ ഒന്ന് സഹായിക്കണം, ഇസ്തിഗാസ ചോദിക്കാം. അത് തെറ്റല്ല. അപ്പൊ മൂസാ നബിയോട് സഹായം ചോദിച്ച സൂറത്തുൽ ഖസസിലെ 15ാമത്തെ ആയത്തോടെ കൊടുത്തിട്ടുണ്ട്. വകമാ യസ്തഗീസു ഇൻസാനുൻ ബി അസ്ഹാബിഹി ഫിൽ ഹർബി വഗൈരിഹി ഫി അശ്യാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്. ഇനി മൂസാ നബിയോട് ചോദിച്ചതുപോലെ തന്നെ ഒരു മനുഷ്യൻ അവന്റെ ആളുകളോട്, സുഹൃത്തുക്കളോടോ കൂട്ടുകാരോടോ യുദ്ധത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ ആ സൃഷ്ടിക്ക് കഴിയുന്ന കാര്യത്തിൽ അയാൾക്ക് സാധിക്കുന്ന വിഷയത്തിൽ സഹായം ചോദിച്ചാൽ ആ ഇസ്തിഗാസ ശിർക്കുമായി ബന്ധപ്പെട്ടതല്ല. കാരണം ജീവിച്ചിരിക്കുന്ന ഒരാളോട് അയാൾക്ക് കഴിവുള്ള കാര്യമാണ് ചോദിച്ചത്. വനഹ്നു അൻകർന ഇസ്തിഗാസത്തൽ ഇബാദ അല്ലതി യഫ്അലൂനഹാ ഇൻദ ഖുബൂരിൽ ഔലിയ. എന്നാൽ നമ്മൾ എതിർക്കുന്ന ഇസ്തിഗാസ ഏതാ? മരിച്ചുപോയ ജീവനില്ലാത്ത ആളുകളോടും അവരുടെ ഖബറിനടുക്കലും പോയി അവർക്ക് കഴിവില്ലാത്ത കാര്യത്തിൽ, അവരുടെ അസാന്നിധ്യത്തിൽ അവരോട് സഹായം ചോദിക്കുന്ന ഇസ്തിഗാസയെയാകുന്നു നമ്മൾ എതിർക്കുന്നത്. മരിച്ച ആളിന് ജീവനുണ്ടോ? ഇല്ല. അയാൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. കേട്ടാൽ തന്നെ സഹായിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. അപ്പോ ഹയ്യുമല്ല, ഹാദിറുമല്ല, ഖാദിറുമല്ലാത്ത ആളോട് സഹായം ചോദിക്കുന്നത് ഇസ്തിഗാസ, അതാകും നമ്മൾ എതിർക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ തന്നെ മറുപടി കിട്ടി. എന്താ ഈ പറഞ്ഞ തന്നെ മറുപടി കിട്ടി? നേരത്തെ പറഞ്ഞ 6 നബിമാരോട് പരലോകത്ത് വെച്ച് ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോടൊന്ന് ശഫായത്ത് നടത്തണം എന്ന് ചോദിക്കുന്നത് ഈ പറഞ്ഞ 2 ഇസ്തിഗാസയിൽ ഏത് ഇസ്തിഗാസപ്പെട്ടതാ? ശിർക്കായതോ ജായിസായതോ? ജായിസായതാണ്. ഈ പറഞ്ഞ നബിമാരൊക്കെ നേരത്തെ മരിച്ചുപോയി. അവരെ സമീപിക്കുന്ന മനുഷ്യന്മാർ നേരത്തെ മരിച്ചവരാണ്. ഇപ്പൊ മരിച്ചവരാണോ? ഇല്ല. അള്ളാഹ് പരലോകത്ത് ഹാജരാക്കി. ഹയ്യാണ്, ഹാദിറാണ്, പിന്നെ ഖാദിറുമാണ്. എന്താ ഖാദിർ? ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ നബിമാരായ സ്വർഗത്തിന്റെ അവകാശികളായ നബിമാർക്ക് അള്ളാഹുവിനോട് അവിടെ ചോദിക്കാൻ പറ്റാ ഈ പടപ്പുകളൊക്കെ അങ്ങനെ വേർത്ത് കുറിച്ച് നിൽക്കുകയാണ്, ഒന്ന് വിചാരണ എടുക്കണം എന്ന് പറയുന്നത് എന്തല്ല? അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ അങ്ങനെയൊന്നും അള്ളാഹുവിനോട് ആവശ്യപ്പെടണം എന്നുള്ളത് മരിച്ചവരോട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോട് തന്നെയോ കഴിവിൽപ്പെടാത്ത ഒരു കാര്യം ചോദിക്കലല്ല. കാരണം അവിടെ ഹാജരുണ്ട്, അള്ളാഹിനോട് ചോദിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നബിമാരെ സമീപിച്ചത്. അപ്പോ ഇത് ഹറാമായ ഇസ്തിഗാസയെ അല്ലെങ്കിൽ ശിർക്കായ ഇസ്തിഗാസയപ്പെട്ടതല്ല. ഇസ്ലാം അനുവദിച്ച ഇതുപോലെ ജീവിച്ചിരിക്കുന്ന മൂസാ നബിയോട്
ഇവൻ കൊല്ലാൻ വരുന്നു, എന്നൊന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് ചോദിച്ചവൻ നടത്തിയ ഇസ്തിഗാസ ഖുർആൻ തന്നെ ഉപയോഗിച്ച ഇസ്തിഗാസ പോലെയാണ്. ഇതാ ഞങ്ങളിവിടെ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്, ഞങ്ങളെ ഈ അവസ്ഥയിലൊന്ന് വിചാരണക്കെടുത്ത് ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം, അതൊന്ന് ആവശ്യപ്പെടണം അള്ളാഹുവിനോട് എന്ന് ചോദിക്കുന്നത് അനുവദിക്കപ്പെട്ട ഇസ്തിഗാസയാകുന്നു, ശിർക്കിന്റെ ഇസ്തിഗാസയല്ല എന്നതാണ്. അപ്പൊ ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കാനുള്ളത്? ഈ വിഷയത്തിലും ആർക്ക് തെളിവില്ല. ഇസ്തിഗാസ പരലോകത്തും ഇസ്തിഗാസ ഉണ്ട്, അല്ലെങ്കിൽ അയാൾ ഇസ്തിഗാസ ഇവിടെ ഇസ്തിഗാസ മുസാഫിനോട് ഇസ്തിഗാസ നടത്തില്ലേ, ഞങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ തന്നെയല്ലേ ഞങ്ങൾ